പ്രാർത്ഥനയോട് തുടങ്ങാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല നടത്തുന്ന ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ഡിപ്ലോമ കോഴ്സ്, ഓൺലൈൻ ഡിപ്ലോമ കോഴ്സ്, ഈ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് ഈ ക്ലാസ്സിൽ എത്തിയിട്ടുള്ള, ഈ ഓൺലൈൻ ക്ലാസ്സിൽ എത്തിയിട്ടുള്ള എല്ലാ പേർക്കും എൻ്റെ ഇതിൻ്റെ ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലയിൽ എല്ലാവരെയും ഞാൻ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വാസ്തുശാസ്ത്രത്തെ പറ്റി ചെറിയ ഇൻട്രഡക്ഷനൊക്കെ നമ്മൾ നടത്തുകയുണ്ടായി. അന്ന് എല്ലാവരും ചെല്ലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇത് ഓൺലൈൻ ക്ലാസ് എന്നുള്ളത് തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഗുണവും ദോഷവും. ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലിരുന്ന് നമുക്ക് പഠിക്കാം. വേറെ ക്ലാസ്സുകളിലൊന്നും പോകണ്ട, സ്വന്തം വീട്ടിൽ ഇരുന്ന് പഠിക്കാം എന്നുള്ള ഏറ്റവും വലിയ ഗുണമാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ട്രാഫിക് ജാമിൻ്റെ ഒക്കെ ഇടയിൽപ്പെട്ട് ട്രാഫിക്കിലൊക്കെ പെട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാളിലൊക്കെ വന്ന് ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും വളരെ ഓരോരുത്തർക്കും, എനിക്കുൾപ്പെടെ, എനിക്കും എൻ്റെ വീട്ടിൽ ഇരുന്ന് ക്ലാസ് എടുക്കാം. അപ്പോൾ എനിക്കുൾപ്പെടെ എല്ലാവർക്കും അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാം എന്നുള്ളത്. പക്ഷെ അതിൻ്റെതായ ചില നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ചിലപ്പോൾ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഗസ്റ്റ് വല്ലതും വന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് കാരണം ഇവിടെ ഫോട്ടോ ആണ് വെച്ചേക്കുന്നെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ ഒക്കില്ല. അപ്പോൾ അവർക്ക് ചിലപ്പം പോയി ഗസ്റ്റിനെ കണ്ടു, വർത്താനം പറഞ്ഞു, സാവകാശം വന്നു, അങ്ങനെയൊക്കെയുള്ള ചില ഡിസ്റ്റർബൻസ്, നമ്മുടെ പഠിത്തത്തിൽ ചില ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള സാധ്യത. ഒരു ക്ലാസ്സിലാണെങ്കിൽ അത് വരില്ല. ക്ലാസ് വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ് തീരുന്നവരെ നമ്മളവിടെ ഇരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ ഈ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമായി വന്നിട്ടുള്ളവരോട് ആദ്യമായിട്ട് വെക്കാനുള്ള ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ എന്ന് പറയുന്നത് 100% സിൻസിയറായിട്ട് അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ഗസ്റ്റ് വരികയോ ഫോൺ വരികയോ കോളിംഗ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്കിത് കഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ സമയം, അല്ലെങ്കിൽ 8 മുതൽ ഒരു 8 to 9:45 ആ സമയം ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് എത്രത്തോളം നമുക്ക് എല്ലാ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് ഇതിനകത്ത് ആത്മാർത്ഥതയോടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിലുള്ള നമുക്കറിയാം, ഇപ്പം മിക്കവാറും ഇപ്പോൾ ഉള്ള ആൾക്കാർക്കെല്ലാം പല ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്തെല്ലാം പരിചയമാണെങ്കിൽ തന്നെ ആരെങ്കിലും പരിചയക്കുറവുള്ള, അതായത് നമുക്ക് ലിങ്ക്, നിങ്ങളെല്ലാവരും ഇപ്പം ലിങ്ക് കൊടുത്തിട്ടാണ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. ആ ലിങ്ക് കൊടുത്ത് ക്ലാസ്സിൽ കയറുന്നതും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും എപ്പോഴും മ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പൊ കൂടുതൽ പേര് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടത്തേക്ക് ഒരു ഡിസ്റ്റർബൻസ്, ശബ്ദമൊക്കെ നമ്മുടെ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. അപ്പൊ എല്ലാവരും, അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നതെല്ലാം കേൾക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അൺമ്യൂട്ട് ആയിരിക്കും. ബാക്കി കഴിയുന്ന എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചിട്ട് വീണ്ടും മ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ ഒരു
പ്രൊസീജിയർ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് പിന്നെ അങ്ങനെ ആരും മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഏതായാലും നമ്മളതിന്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോവുക. പ്രസന്റ് ചെയ്യാം. ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വായിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ആർക്കെങ്കിലും അത് കാണാൻ വയ്യ? ഇല്ലെങ്കിൽ പറയാം. ആരെങ്കിലും കാണാമല്ലോ? ഓക്കെ. അപ്പൊ എപ്പോഴെങ്കിലും നാളെ ഈ ക്ലാസ്സിൽ, കാരണം എനിക്ക് ഈ ഫുൾ സ്ക്രീനിലായിട്ട് ഞാൻ ഇത് കാണുന്നത് കൊണ്ട് എന്തെങ്കിലും ഈ നെറ്റിന്റെ ഒക്കെ പ്രോബ്ലം എന്തെങ്കിലും വന്നിട്ട് നിങ്ങളുടെ പ്രശ്നം കൊണ്ട് എന്റെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ഇവിടുത്തെ കാണാതെ വല്ലതും വരികയാണെങ്കിൽ മെസ്സേജ് ഇട്ടതുകൊണ്ട് ചിലപ്പോൾ അറിയാവില്ല. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് മെസ്സേജ് കഴിയും നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ലാലോട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ അത് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുന്നു, എല്ലാവർക്കും കാണാം എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ മുന്നോട്ട് പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെന്നിരിക്കും. അങ്ങനെ ചില ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഓൺലൈനിന്റെ ഈ ക്ലാസ് എടുക്കുമ്പോൾ അപ്പൊ എന്തെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്നത് കാണാതാവുകയൊക്കെ ചെയ്യുകയാണ്. ഞാൻ സ്ക്രീനിൽ എപ്പോഴും എന്തെങ്കിലും ഇട്ടുകൊണ്ടായി സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകം പറയും. സ്ക്രീനിൽ നല്ല നേരിട്ട് നമ്മൾ കാണുന്ന സമയത്ത് പ്രത്യേകം പറയും. അപ്പം അല്ലെങ്കിൽ സ്ക്രീനിൽ ഇല്ലാതാവുകയാണെങ്കിൽ ഇവരെ അറിയിക്കുക. ഇനി വാസ്തുശാസ്ത്ര ഡിപ്ലോമ കോഴ്സ് 2024 ബാച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് ലാപ്ടോപ്പിന്റെ അതുപോലെ തന്നെ മൊബൈലിന്റെ ഒക്കെ ഓപ്പറേഷൻ, മ്യൂട്ട് അൺമ്യൂട്ട്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അത് ഞാൻ കൂടുതൽ പറ്റി പറയുന്നതിൽ മിക്കവാറും എല്ലാവർക്കും ഇപ്പൊ അറിയാം, ഇതിനെപ്പറ്റി നല്ല ഒരു ധാരണയുണ്ട്. എന്നാൽ ആരെങ്കിലും അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ എപ്പോഴും ഒരാളുടെ സഹായം വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കുക, നിസ്സാരമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഇത് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ക്ലാസ്സിലേക്ക് കയറുന്നത് എങ്ങനെയാണ്, അതുപോലെ പിന്നെ ലാപ്ടോപ്പിന്റെ മ്യൂട്ട് അൺമ്യൂട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എൻ്ററിങ് ക്ലാസ്, യൂസിങ് ലിങ്ക്, ലീവിങ് ക്ലാസ്, മ്യൂട്ട് അൺമ്യൂട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ വീട്ടിലാരെങ്കിലും അറിയാവുന്ന ചോദിച്ച് മനസ്സിലാക്കി, കാരണം അത് ഈ സംശയങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് മ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രഡക്ഷനൊക്കെ ഒരുമാതിരി പറഞ്ഞാണ് വാസ്തുവിനെ പറ്റി. അതിൽ ഒരു ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് ഒരു മെൻഷൻ ചെയ്യാം. അതായത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. കാരണം നാം എല്ലാം താമസിക്കുന്ന വീടുകളിലാണ്. ആ വീടുകളും അത് വാടകയ്ക്കാകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടാകാം, സ്വന്തം വീടാകാം, ഏതായാലും വീടുകളിലാണ്. അങ്ങനെ ആ വീടുകൾ ഇരിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ അതിൽ തന്നെ നമുക്ക് എത്രത്തോളം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ഇഴുകി ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഇൻട്രഡക്ഷൻ വന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്നിപ്പോ ഇൻട്രഡക്ഷന് പോകുന്നില്ല. അതായാലും നമ്മള് പിന്നെ ഈ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കും. വളരെയധികം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അതുപോലെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് വരും, നോക്കാം. അതുപോലെ നമുക്കറിയാം ആത്മാവിന്, ഇതൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നേ ഉള്ളൂ. ആത്മാവിന് ശരീരം എന്നതുപോലെ ശരീരത്തിന് വാസസ്ഥലവും ആവശ്യമാണ്. നമ്മുടെ ആത്മാവിന് നമുക്കറിയാം, നമ്മുടെ ആത്മാവിന് ഒരു ശരീരം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ശരീരത്തിന് ഒരു വാസസ്ഥലം, ഒരു വീട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാസസ്ഥലം ആവശ്യമാണ്. ഇപ്പൊ 4 ദിക്കുകൾ, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഈ 4 ദിക്കുകളിൽ നിന്നും മാക്രോ കോസ്മിക് എനർജി, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാക്രോ എന്ന് പറഞ്ഞാൽ വളരെ വലുതെന്നാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഊർജ്ജം എന്ന് പറയുമ്പോൾ വളരെ വളരെ വളരെ
നമ്മൾക്കൊക്കെ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് ശക്തിയുള്ള ഒരു ഊർജമാണ് മാക്രോ കോസ്മിക് എനർജി. അതായത് ഈ 4 വടക്ക കിഴക്ക് തെക്ക പടിഞ്ഞാറ് ഈ 4 ദിക്കുകളിൽ നിന്നും ഈ 4 ദിശകളിൽ നിന്നും പ്രസരിക്കുന്ന പ്രപഞ്ച ശക്തി, പ്രാപഞ്ചികമായ ഒരു ശക്തി, അതിന് മാക്രോ കോസ്മിക് എനർജി. മൈക്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളതാണ്, വളരെ കുറവാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, മാക്രോ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. അപ്പൊ ആ 4 ദിക്കുകളിൽ നിന്നും ഈ മാക്രോ കോസ്മിക് എനർജി പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രപഞ്ച ശക്തി, മാക്രോ കോസ്മിക് എനർജി. എങ്ങനെ മനുഷ്യശക്തിയുമായി, മനുഷ്യശക്തി എന്ന് പറയുന്നത് മൈക്രോ കോസ്മിക്, നമ്മൾ വളരെ ചെറിയൊരു പ്രപഞ്ച ശക്തിയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ തുലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ള എനർജി വളരെ വളരെ ചെറുതാണ്. അപ്പൊ ആ 4 ദിക്കുകളിൽ നിന്നും പ്രസരിക്കുന്ന പ്രപഞ്ച ശക്തിയെ, മാക്രോ കോസ്മിക് എനർജിയെ എങ്ങനെ മനുഷ്യശക്തിയുമായി, അതായത് മൈക്രോ കോസ്മിക് എനർജി, അത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ സമന്വയിപ്പിക്കാം, അങ്ങനെ സമന്വയിപ്പിച്ച് മനുഷ്യർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വാസ്തുശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അതാണ് ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രാപഞ്ചിക ശക്തി, മാക്രോ കോസ്മിക് എനർജി. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആ എനർജി, ഊർജം, ആ ഊർജം അല്ലെങ്കിൽ മൈക്രോ കോസ്മിക് എനർജിയുമായിട്ട് സമന്വയിപ്പിച്ചിട്ട് അത് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്രദമായ രീതിയിൽ എങ്ങനെ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളത് നമുക്ക് വാസ്തുശാസ്ത്രം കാണിച്ചു തരുന്നു. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് വാസ്തുശാസ്ത്രം തരുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ള എനർജി, ഊർജം, നമ്മളുടെ നമ്മളുടെ ആത്മീയമായ ചൈതന്യം, ആ ഊർജം പ്രപഞ്ച ശക്തിയുമായി സമന്വയിപ്പിച്ച് നമുക്ക് ഗുണകരമായിട്ട് അതിനെ എടുക്കുക. അതാണ് വാസ്തുശാസ്ത്രത്തിന് പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം. അതുപോലെ നമുക്കറിയാം, ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകുന്ന, എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രയാസങ്ങളുണ്ടാകും. പല വിധത്തിലുള്ള ആ രോഗത്തിന്റെ കാഠിന്യവും, അതുപോലെ ഏത് രോഗമാണ്, ഏത് ഭാഗത്തുള്ള രോഗമാണെന്നൊക്കെ അതനുസരിച്ച് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഒരു രോഗിക്കുണ്ടാവും, ഒരു രോഗമുള്ള ആൾക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം രോഗമുക്തമായിരിക്കണം, രോഗങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കണം. അതുപോലെ തന്നെ ശരീരം രോഗമുക്തമായിരിക്കണം എന്ന പോലെ തന്നെയാണ് വാസഗൃഹം വാസ്തുദോഷമുക്തമായിരിക്കണം. നമ്മുടെ താമസിക്കുന്ന വീട്, താമസിക്കുന്ന കെട്ടിടം, അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യാലയം എന്നുള്ള അത് വാസ്തുദോഷം ഉണ്ടായിരിക്കാൻ പാടില്ല. വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് ആ ഒരു വീട്ടിൽ ഏതെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ ദോഷം കാരണം പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, അത് ചിലപ്പോൾ ശാരീരികമായ അല്ലെങ്കിൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ദോഷങ്ങളായിരിക്കാം, സാമ്പത്തികമായ പ്രയാസം ഉണ്ടാക്കുന്ന ദോഷങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പ്, ആ വീട്ടിൽ താമസിക്കുന്നവർ തമ്മിലുള്ള ബന്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങളായിരിക്കാം. വിവിധ തരത്തിലുള്ള ദോഷങ്ങൾ ഒരു വാസഗൃഹത്തിൽ വാസ്തുദോഷം ഉണ്ടെങ്കിൽ ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാസഗൃഹത്തിന് വാസ്തുദോഷം ഉണ്ടാകാൻ പാടില്ല, വാസ്തുദോഷമുക്തമായിരിക്കണം. ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കാൻ, അത് ദോഷമൊന്നും ഇല്ലാത്ത വാസ്തുദോഷങ്ങൾ ഇല്ലാത്ത ഒരു വാസഗൃഹം നിർമ്മിക്കാൻ നമുക്ക് വാസ്തുശാസ്ത്രം എങ്ങനെ വേണം എന്നുള്ളത് വാസ്തുശാസ്ത്രം നമുക്ക് ഉപദേശിച്ചു തരുന്നു. അപ്പൊ അത് മനസ്സിലാക്കി ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കുന്നത് നമ്മളുടെ ചുമതലയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അപ്പൊ അങ്ങനെ ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കാനും, അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും വാസ്തുദോഷം അറിഞ്ഞോ അറിയാതെയോ വരാം. അറിഞ്ഞോ അറിയാതെന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെല്ലാം 100% കറക്റ്റായിട്ട് വാസ്തു ഒക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നതെങ്കിലും ശ്രദ്ധിക്കാത്ത നമ്മൾ അറിയാതെ ചില വാസ്തുദോഷങ്ങൾ ഉണ്ടായിന്ന് വരാം. അത് പിന്നീടായി ചിലപ്പോൾ മനസ്സിലായി എന്ന് വരുന്നത്. അതുപോലെ തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ദോഷങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിന് 100% വാസ്തുദോഷം ഇല്ലാതെ ഒരു വീട് ചെയ്യാൻ വളരെ പ്രയാസം, കുറച്ച് വരുന്നതുകൊണ്ട് വാസ്തുശാസ്ത്രത്തിന് പറയുന്നുണ്ട്, ദോഷങ്ങളുടെ ലഘുത്വവും ഗുണങ്ങളുടെ ബഹുത്വവും ഉണ്ടാകുന്നത്. അതായത് ദോഷം എത്രയും കുറയാമോ, അതായത് വാസ്തുദോഷങ്ങൾ എത്രയും കുറയാമോ അത്രയും കുറയ്ക്കുക, വാസ്തു ഗുണങ്ങൾ എത്രയും കൂട്ടാമോ അത്രയും കൂട്ടുക. അതായിരിക്കണം ഈ വാസ്തുശാസ്ത്രം നമ്മളെ മനസ്സിലാക്കി തരുന്നത് അതാണ്. അപ്പൊ അങ്ങനെ ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കുമ്പോൾ ചില ദോഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചിലപ്പം ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ആ പ്ലോട്ടിന്റെ ഷേപ്പ്, പ്ലോട്ടിന്റെ ഡയറക്ഷൻ, ആ റോഡിന്റെ ഡയറക്ഷൻ, ഇതൊക്കെ വെച്ചുകൊണ്ട് 100% ചിലപ്പം വാസ്തുദോഷമുക്തമായിട്ടുള്ള ഒരു പുതിയൊരു വീട് വയ്ക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ, അതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ദോഷങ്ങളൊക്കെ അതിൽ വന്നെന്ന് വരാം, അല്ലെ അതിലുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായ
പരിഹാരങ്ങൾ ചെയ്ത് ആ പരിഹാരങ്ങൾ ചെയ്ത് ആ ദോഷത്തിന്റെ ശക്തിയെ കുറയ്ക്കുകയും അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ ദോഷങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന അനാരോഗ്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യണം. അനാരോഗ്യം ഞാൻ ഉദ്ദേശിച്ചത് അനാരോഗ്യമാകാം, സാമ്പത്തിക ഏത് പ്രയാസമായാലും അതിനെ ഇല്ലാതാക്കുകയോ പരമാവധി കുറയ്ക്കുകയോ ചെയ്യണം. ആണ് ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കുവാനും, അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും വാസ്തുദോഷങ്ങൾ അറിയാതെ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ, അറിയാതെയോ അറിഞ്ഞും വരാം, അറിയാതെയോ അറിഞ്ഞോ കടന്നുകൂടിയാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വാസ്തുശാസ്ത്രം നമുക്ക് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അതാണ് വാസ്തുശാസ്ത്രം പ്രധാനമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ അങ്ങനെയുള്ള വാസ്തുദോഷം ഇല്ലാതെ വീട് വയ്ക്കുമ്പോഴും ചിലപ്പോൾ ചില വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം, അതിനുള്ള നിർദ്ദേശങ്ങളും. അപ്പൊ അങ്ങനെ നമുക്ക് വാസ്തുദോഷം ഇല്ലാത്ത അല്ലെങ്കിൽ വാസ്തുദോഷ മുക്തമായ ഒരു വീട് അല്ലെങ്കിൽ വാസഗൃഹം നിർമ്മിക്കുന്നതിനും, അങ്ങനെ നിർമ്മിക്കുമ്പോൾ എന്തെങ്കിലും വാസ്തുദോഷം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ള മാർഗങ്ങൾ, അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങളും എല്ലാം നമുക്ക് വാസ്തുശാസ്ത്രം നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ വാസ്തുദോഷം ഒന്നും ഇല്ലാതെ വീട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ചിലപ്പം എന്തെങ്കിലും വാസ്തുദോഷം അതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും വാസ്തുശാസ്ത്രം നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാരതത്തിന്റെ ജിയോഗ്രഫി അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വടക്ക് ഹിമാലയ പർവ്വതം എന്നൊക്കെ പറഞ്ഞ ഭാരതത്തിൽ വടക്കിഴക്ക് ഭാഗത്തൊക്കെയാണ് വലിയ പർവ്വതനിരകളാണ്. അപ്പൊ അത് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതാണ്. അതേസമയം തെക്ക് പടിഞ്ഞാറൻ ഒക്കെ പറയുന്ന ഭാഗമൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമൊക്കെ സമുദ്രമാണ്. അപ്പം താഴ്ന്നു കിടക്കുക, സമുദ്രത്തിനകത്ത് വളരെ താഴ്ന്നതാണ്. അപ്പൊ അങ്ങനെ വാസ്തുശാസ്ത്രപരമായിട്ട് വടക്ക് കിഴക്ക് ഭാഗം എത്രയും വെയിറ്റ് കുറഞ്ഞിരിക്കാമോ അല്ലെങ്കിൽ എത്രയും ഹൈറ്റ് കുറഞ്ഞിരിക്കാമോ അത്രയും നല്ലതാണ്. അത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാന്യ മൂല എന്ന് പറയും നോർത്ത് ഈസ്റ്റ്. സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എത്രയും വെയിറ്റ് അല്ലെങ്കിൽ ഹൈറ്റ്, ഭാരവും പൊക്കവും എത്രയും കുറഞ്ഞിരിക്കാമോ അത്രയും നല്ലതാണ്. പക്ഷെ നേരെ വിപരീതമായിട്ടാണ് ഭാരതത്തിനുള്ളത്. കാരണം നമ്മുടെ വടക്കിഴക്ക് ഭാഗത്ത് വലിയ ഹിമാലയൻ പർവ്വതനിരകളാണ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതുപോലെ തന്നെ സമുദ്രമാണ്. അപ്പം ഭാരതത്തിന് അനുകൂലമായൊരു വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ളൊരു ഭൂപ്രകൃതി അല്ല നമ്മുടെ രാജ്യത്തിനുള്ളത്, ഭാരതത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വാസ്തുദോഷത്തിന്റെ ചില ഇതൊക്കെ നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ ഭൂപ്രകൃതിയിലുള്ള ആ വാസ്തുദോഷം കൊണ്ട് തന്നെ കുറെ ഭാരതം മുഴുവനുള്ള ആളുകൾക്കും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനെയും കൂടെ കോമ്പൻസേറ്റ് ചെയ്യത്തക്കവണ്ണം നമ്മുടെ വാസ്തുശാസ്ത്രത്തിലെ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നമുക്ക് ശരിയായ വിധത്തിലുള്ള ഗുണങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നമുക്ക് ഭാരതത്തിലെ മറ്റുള്ള പല രാജ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മളെ വാസ്തുശാസ്ത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. മുമ്പ് നമ്മൾ കൊടുത്തിരുന്നു, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അതിന് ഒരു അപജയം ഉണ്ടായി. അതിപ്പം വീണ്ടും വളരെ കൂടുതലായിട്ട് ആൾക്കാർ ഈ ശാസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ശാസ്ത്രം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് നല്ലൊരു ശുഭോദാർക്കമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതായത് വടക്ക് കിഴക്കും നമ്മുടെ ഭാരതത്തിന്റെ വടക്ക് കിഴക്കും ഉന്നതങ്ങളായ പർവ്വതനിരകളാണ്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറും ആ ഭാഗത്തൊക്കെ സമുദ്രവുമാണ്. അപ്പൊ ഈ ഒരു ഭൂപ്രകൃതി വാസ്തുശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ച് ദോഷകരമായൊരു ഇതാണ്. അപ്പൊ അത് തന്നെ ഭാരതത്തിന് തന്നെ ഒരു വാസ്തുശാസ്ത്രപരമായിട്ട് ഗുണകരമായിട്ടുള്ളൊരു ഭൂപ്രകൃതി അല്ല ഉള്ളത്. അതുപോലെ പിന്നെ ഈ തെക്ക് പടിഞ്ഞാറും സമുദ്രത്തിന്റെ സാന്നിധ്യം വാസ്തുവിധികൾക്ക് അനുകൂലമല്ല. അതുകൊണ്ട് വാസ്തുവിധികൾക്ക് അനുസൃതമായ വധശിക്ഷകൾ നടപ്പിലാക്കിയ ആരാചാർമാർ അധികവും ഉണ്ടായിട്ടുള്ളത് കൊടുമുണ്ടപുരത്തു നിന്നുമാണ്. ഇടയ്ക്ക് കയറി വന്നത് ശരി, ഓക്കെ. അപ്പം വാസ്തുശാസ്ത്ര അനുകൂലമായൊരു ഭൂപ്രകൃതി അല്ല ഭാരതത്തിനുള്ളത്. വടക്ക് കിഴക്കും ഉന്നതങ്ങളായ പർവ്വതനിരകളും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറും സമുദ്രത്തിന്റെയും സാന്നിധ്യം വാസ്തുവിധികൾക്ക് അനുകൂലമല്ല. അതുകൊണ്ട് വാസ്തുവിധികൾക്ക് അനുകൂലമായിട്ടുള്ള രാജ്യങ്ങളെക്കാൾ വാസ്തുശാസ്ത്ര വിധികൾക്ക് ഭാരതത്തില് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. എന്നാൽ മാത്രമേ, കാരണം രാജ്യത്തിന്റെ ഭൂപ്രകൃതി തന്നെ ഇതിന് അനുകൂലമല്ല. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ദോഷത്തെ കവച്ചു വെച്ച് ഗുണമുണ്ടാകത്തക്ക വിധത്തിൽ നമ്മൾ വാസ്തുശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്.
അപ്പം അതുപോലെ വാസ്തുഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണ്. ഏത് വീട്ടിലായാലും 100% ഗുണമോ അല്ലെങ്കിൽ 100% ദോഷമോ ഉണ്ടാകില്ല. ഗുണങ്ങൾ ചില വീടുകൾക്ക് അല്ലെങ്കിൽ ചില കെട്ടിടങ്ങൾക്ക് ഗുണങ്ങൾ കൂടിയിരിക്കും, ചില കെട്ടിടങ്ങൾക്ക് ദോഷങ്ങൾ കൂടിയിരിക്കും. അങ്ങനെ ഗുണം ദോഷവും സമ്മിശ്രമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഹിമാലയ പർവ്വതത്തിൽ പറഞ്ഞു, ഹിമാലയ പർവ്വതം ദോഷപരമാണ്. നമുക്കാണ് ഹിമാലയ പർവ്വതം വടക്കിഴക്ക് ഭാഗത്ത് വലിയൊരു വെയിറ്റ് ദോഷമാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം മിക്കവാറും മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. ഹിമാലയ പർവ്വതത്തിലെ കംപ്ലീറ്റ് അവിടെ തണുപ്പ് കാരണം മഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മഞ്ഞ് എന്ന് പറഞ്ഞാൽ ജലമാണ്, ജലത്തിന്റെ ഒരു വകഭേദമാണ് മഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ ഈ ജലം എന്ന് പറയുന്നത് വടക്കും വടക്കിഴക്കൊക്കെ ജലത്തിന് വളരെ നല്ലതാണ്. ജലം വടക്കു ഭാഗത്തും വടക്കിഴക്കു ഭാഗത്തും ജലത്തിന്റെ പ്രസൻസ് വളരെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മഞ്ഞ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട്, മഞ്ഞുകട്ട ഇങ്ങനെ നിറഞ്ഞ് ഹിമാലയ പർവ്വതമൊക്കെ ഇരിക്കുന്നത് ശരിക്കും അത് ആ വെയിറ്റ് കൊണ്ടുള്ള ദോഷത്തെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ മഞ്ഞുകട്ട, ഹിമാലയത്തെ പൊതിഞ്ഞിരിക്കുന്ന മഞ്ഞുകട്ടകൾക്ക് സാധിക്കും. കാരണം ജലത്തിന്റെ വടക്ക് കിഴക്ക് വടക്ക് ഭാഗങ്ങളിൽ ജലം വരുന്നത് വളരെ നല്ലതാണ്. ഒരു എക്സാമ്പിളായിട്ട് ഐസിൽ പൊതിഞ്ഞ ഹിമാലയ ഇങ്ങനെ ഐസിൽ പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജലത്തിന്റെ അംശമുണ്ട്. അത് നമുക്ക് ആ ദോഷങ്ങൾ, വടക്ക് കിഴക്ക് ഭാഗം പൊങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഭാരം കൂടിയിരിക്കുന്നു എന്നുള്ള ആ ദോഷത്തെ ഒരു നല്ല അളവ് വരെ ആ ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാൻ ഈ ഐസിന്, ഹിമാലയത്തിൽ മുഴുവൻ ഐസിൽ പൊതിഞ്ഞിരിക്കുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇനി നമ്മള് പിന്നെ ഈ വാസ്തുശാസ്ത്ര സംബന്ധമായ വളരെയധികം ഗ്രന്ഥങ്ങളുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെ ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുമോ, പഠിക്കാൻ സാധിക്കുമോ, നല്ലതുമാണ്. പ്രത്യേകിച്ചും ഒരു നമ്മളെ ഇവിടെ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് മനുഷ്യാലയ ചന്ദ്രികയാണ്. മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ളത് കേരളത്തിൽ വളരെയധികം ഫോളോ ചെയ്യുന്ന പുസ്തകമാണ്. അതുപോലെ തമിഴ്നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മയമതമാണ് അവിടെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ തെലുങ്ക് ദേശം, അതായത് ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മാനസാര എന്നൊരു ഗ്രന്ഥമുണ്ട്, അതിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ബൃഹത് സംഹിതയാണ്. അപ്പൊ ഇങ്ങനെ ഈ നാല്, അതായത് മനുഷ്യാലയ ചന്ദ്രിക, മയമതം, മാനസാര, ബൃഹത് സംഹിത, ഈ 4 ഗ്രന്ഥങ്ങളും നമുക്ക് ഒരുവിധം മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭാരതത്തിൽ എവിടെയും, കാരണം നേരത്തെ പറഞ്ഞ് കേരളത്തിലെ മനുഷ്യാലയ ചന്ദ്രികയാണ്, തമിഴ്നാട്ടിൽ പോയാൽ മയമതമാണ്, ആന്ധ്രയിലും കർണാടകയിലൊക്കെ പോയാൽ മാനസാരയാണ്, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കൂടുതലായിട്ടും ബൃഹത് സംഹിതയാണ്. അപ്പൊ ഈ 4 ഗ്രന്ഥങ്ങളും നമുക്ക് ഒരുമാതിരി അറിയാവുന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരുമാതിരിയുള്ള ഇന്ത്യയിൽ എവിടെ പോയി വേണമെങ്കിലും നമുക്ക് വാസ്തുശാസ്ത്ര ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റും. വാസ്തുദോഷങ്ങൾ കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും ഒക്കെ ഉള്ള ആ ഒരു അറിവ് നമുക്കുണ്ടാകും. ഇനി അതുപോലെ തന്നെ ഈ കോഴ്സിന് ഈ സിലബസ് അനുസരിച്ച് 3 പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതായത് നമ്മുടെ പിന്നെ സിലബസ് പ്രകാരമുള്ള പുസ്തകങ്ങൾ 3 പുസ്തകങ്ങളുണ്ട്, 3 വോളിയങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ നമ്മൾ ഇതിന്റെ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്നുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്ടർ TP ലാൽ, കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ച ലാലാണ്. TP ലാലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനുള്ള എന്താണ്, ലാലുമായിട്ട് ബന്ധപ്പെടുക, പുസ്തകങ്ങൾ അയച്ചു. ആ പുസ്തകം, ഈ 3 പുസ്തകങ്ങൾ ഈ കംപ്ലീറ്റ് നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് ഈ 3 പുസ്തകങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യും. അപ്പൊ അത് ഈ ബുക്കുകൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാനുണ്ട്. അപ്പൊ അത് സിലബസ് പ്രകാരമുള്ള പുസ്തകങ്ങളാണ്. നിങ്ങൾ ലാലുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ പുസ്തകത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. നിങ്ങളുടെ അഡ്രസ്സും എല്ലാം കൊടുക്കണം, അഡ്രസ്സ് കൊടുത്താൽ അയച്ചു തരും. പിന്നെ ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്നോളജിയും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ മിക്സ് ആണ്. ഒരു വളരെ മനോഹരമായ ഒരു സമ്മിശ്രമാണ് വാസ്തുശാസ്ത്രം. കാരണം നമ്മൾ നേരത്തെ ഇപ്പൊ ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദര ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവജ വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി. ഇത് അഷ്ടാദശൈത വിഖ്യാത, 8 ദശം 10, അഷ്ടാദശം 18, അഷ്ടാദശൈത വിഖ്യാതന്മാരായ ഈ 18 പേരാണ് വാസ്തുശാസ്ത്രവും ഉപദേശക ഈ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും വാസ്തുശാസ്ത്രത്തിന്റെ പറ്റി മനസ്സിലാക്കിയിട്ട് അത് നമ്മളുടെ സാധാരണക്കാരായ നമ്മൾക്കിടെയൊക്കെ ഗുണത്തിന് വേണ്ടി തന്നിട്ടുള്ള ഈ മഹാരഥന്മാരായ നമ്മുടെ ഋഷീശ്വരന്മാരായ 18 ആചാര്യന്മാരാണ്. അപ്പൊ നമ്മൾ ഏത് കാര്യവും വാസ്തുശാസ്ത്രം തുടങ്ങുമ്പോൾ ഈ 18 ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ.
ഈ 3 പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകത്തിന്റെ ആ ഫസ്റ്റ് പേജിൽ തന്നെ ഈ ഞാൻ പറഞ്ഞ ഈ ഭൃഗർ അത്രി വസിഷ്ഠസ്യ എന്നുള്ള ശ്ലോകമുണ്ട്. ആ ശ്ലോകം നിങ്ങൾ അതെല്ലാവരും എപ്പോഴും എന്ത് കാര്യങ്ങളും ക്ലാസ് ഈ നമ്മുടെ ക്ലാസ് എപ്പോഴും തുടങ്ങുന്ന ആ ശ്ലോകത്തിലെ ആ ആചാര്യന്മാരെ നമ്മൾ മനസ്സിൽ സ്മരിച്ച് അവരുടെ അനുഗ്രഹത്തോടു കൂടിയായിരിക്കും നമ്മൾ ക്ലാസ് എല്ലാ ക്ലാസ് തുടങ്ങുന്നത്. ഏത് കാര്യം വാസ്യാസ്ത്രപരമായി നിങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പഠിക്കുമ്പോഴും ഒക്കെ ഈ ഇവരുടെ അനുഗ്രഹത്തോടുകൂടി ഈ ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തോട് തുടങ്ങിയാൽ അത് വളരെയധികം ഗുണം ചെയ്യും. ആ ഒരു ഹയർ ഫോഴ്സിൽ നിന്നുള്ള ആ ഒരു ശക്തി, ആ ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നതിന് അത് വളരെ ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് സാങ്കേതികത എന്ന് പറഞ്ഞാൽ ടെക്നോളജി, ആത്മീയത എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി, ഇത് ഒന്ന് മാത്രമായ ഒരിക്കലും പൂർണ്ണമല്ല. ചില ആൾക്കാർ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ചില കൺസൾട്ടന്റ് ഒക്കെ ടെക്നോളജി വളരെ കാര്യമായിട്ട് നോക്കും, അതേസമയം സ്പിരിച്വാലിറ്റി അവർ കെയർ ചെയ്യില്ല, സ്പിരിച്വാലിറ്റി അവർ ഒരു കാര്യമായിട്ട് എടുക്കില്ല. അതുപോലെ തന്നെ വേറെ ചില ആൾക്കാരുണ്ട് സ്പിരിച്വാലിറ്റിയെ വളരെയധികം ശ്രദ്ധിക്കുമല്ലോ, സ്പിരിച്വാലിറ്റി അതേസമയം അതിന്റെ ടെക്നിക്കൽ സൈഡ് അവരെ നോക്കില്ല. ഇത് രണ്ടും പൂർണ്ണമല്ല. പൂർണ്ണമായ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വേണം. അതായത് ടെക്നോളജിയും വേണം, സ്പിരിച്വാലിറ്റിയും വേണം. ഇനി ഇത് നമ്മള് ഈ USA വേൾഡ് ട്രേഡ് സെന്റർ എല്ലാം പൊളിഞ്ഞു പോയി പുതിയ കെട്ടിയൊക്കെ നമുക്കറിയാം. അതായത് നമ്മളിപ്പം പിന്നെ ഹിന്ദു പേപ്പർ ആ സമയത്തുള്ള, അതായത് ഹിന്ദു പേപ്പർ ഡേറ്റഡ് 2003 ഓഗസ്റ്റ് 11 ആ ഡേറ്റിൽ ഈ വേൾഡ് ട്രേഡ് സെന്ററിലെ വാസ്തുദോഷങ്ങൾ ഉള്ളതെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് ഈ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഹിന്ദു പേപ്പർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ 2003 ഓഗസ്റ്റ് 11 തീയതിയിലത്തെ ഹിന്ദു പേപ്പറിലെ വേൾഡ് ട്രേഡ് സെന്റർ നിങ്ങളിനി പഠിക്കും. അഗ്നിഭൂതം എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. നമ്മുടെ വീടിന്റെ കെട്ടിടത്തിൽ നിന്നും ഹൈറ്റ് അഗ്നിഭൂതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അഗ്നി കൊണ്ട് ആ കെട്ടിടം അല്ലെങ്കിൽ അത് നശിക്കും, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് മനസ്സിനൊരിക്കലും സ്വസ്ഥത ഉണ്ടാകില്ല. അഗ്നി എല്ലാത്തിനെയും ഉരുക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മനസ്സെപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കും. ഒരു മനഃശാന്തി അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു പീസ് ഓഫ് മൈൻഡ് നമുക്കൊരിക്കലും ഉണ്ടാകാതിരിക്കും. അപ്പൊ അത് എങ്ങനെയാണ് ഈ വേൾഡ് ട്രേഡ് സെന്ററിന് വാസ്തുശാസ്ത്ര ആയിട്ട് അനുകൂലം അല്ലായിരുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു പേപ്പറിൽ കൂടുതലായിട്ടുണ്ട്. അത് അഗ്നിഭൂതത്തിലായിരുന്നു അതിന്റെ ഹൈറ്റ് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് അഗ്നിഭൂതത്തിൽ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ വേറെ പല ഡിഫക്റ്റും വാസ്തുശാസ്ത്രപരമായിട്ട് അത് ഉണ്ടായിരുന്നു. ഈ ആർട്ടിക്കിൾ നോക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ മനസ്സിലാവും. നമുക്ക് ഈ ക്ലാസ്സിൽ വേണ്ട ഒന്ന്, നമുക്കൊരു പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. കാരണം ക്ലാസ് ചെയ്ത് കുറച്ച് പൈസ ഫീസ് കൊടുക്കുന്നു, ക്ലാസ്സിൽ വരുന്നു, ചില പറ്റുന്ന ദിവസം വേറെ അസൗകര്യമൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കാര്യമായ പ്രയോജനം ഉണ്ടാകില്ല. കാരണം ഈ ക്ലാസിന്റെ പ്രയോജനം ഉണ്ടാകേണ്ട നിങ്ങൾക്ക്, എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം. നിങ്ങൾക്ക് ആ പ്രയോജനം ഉണ്ടാകണം. കാരണം ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാസ്തുദോഷ രഹിതമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനും അഥവാ അതിനകത്ത് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്ന, അതിന് പരിഹാരം ചെയ്യുന്നതും ഒക്കെ മനസ്സിലാക്കാൻ ഒരു താല്പര്യം ഉണ്ടാകണം. ആ താല്പര്യം ഉണ്ടായിട്ട് അല്ലാതെ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ട് എടുക്കരുത്. പരീക്ഷ പാസ്സാകാനുള്ള ആവശ്യമാണ്, അതിനെന്ന് പറയുന്നില്ല. പക്ഷെ പരീക്ഷ പാസ്സാകാൻ ഏതെങ്കിലും കുറെ കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ച് പരീക്ഷ പാസ്സാകുന്നല്ല, ഈ സബ്ജക്റ്റിനെ പറ്റി നമുക്ക് നല്ലൊരു ജ്ഞാനം, അറിവ് ഉണ്ടാകണം. അപ്പൊ ആ ഒരു നിശ്ചയദാർഢ്യത്തോട് നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. കാരണം അതുകൊണ്ട് അതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പൂർണ്ണമായും പങ്കെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ കാൾ വരുമ്പോഴേ അല്ലെങ്കിൽ കോളിംഗ് ബെല്ല് വരുമ്പോഴൊക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതല്ലാതെ 100% സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം. എന്നാലേ ആ ക്ലാസ് കൊണ്ട് നമുക്ക് ശരിയായുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതുപോലെ ഞാൻ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എത്രമാത്രം നിങ്ങൾ ക്ലാസ് സിൻസിയറായിട്ട് അറ്റൻഡ് ചെയ്താലും, എത്രമാത്രം സിൻസിയറായിട്ട് ഞാൻ ക്ലാസ് എടുത്താലും ഒക്കെ ശരി, ക്ലാസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 25%. ടോട്ടൽ നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 100% 25% ക്ലാസ്സിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എത്ര കാര്യമായിട്ടുള്ള ഇതായാലും മാക്സിമം അത് പിന്നെ 1/4 25% ക്ലാസ്സിൽ കൂടി നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ വേറെ 25% സ്വാധ്യായം, സെൽഫ് സ്റ്റഡി. നമ്മൾ സ്വന്തമായിട്ട് പോയി പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ പോയി പുസ്തകം എടുത്ത് വായിച്ച് നോക്കുക. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് മിനിമം ഇപ്പോൾ ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ് നമുക്കുള്ളത്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിന് ഇടയ്ക്ക് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ അത് വായിച്ച് മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ അത് സ്വാധ്യായം, നമ്മൾ സ്വയം അത് 25% ആണ്.
അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ വരികയും ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മൾ സ്വയമായിട്ടൊന്ന് വീട്ടിൽ പോയി നോക്കുകയും ചെയ്യാമെങ്കിൽ, കാരണം പലരും നമുക്കറിയാം ഇതുപോലെ ഒരു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ്സിലായിരിക്കും അതിനെപ്പറ്റി ഓർക്കുന്നത്, അല്ലെങ്കിൽ ആ പുസ്തകം നോക്കുന്ന അപ്പോഴായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിന് മുമ്പ് ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് അതിന് അധിക സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂറിൽ 1 മണിക്കൂർ മെനക്കിട്ടാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് വളരെ ശ്രദ്ധിക്കണം. 25% നിങ്ങളുടെ സ്വാധ്യായം സെൽഫ് സ്റ്റഡി എന്നാണ് വരുന്നത്. പിന്നെ ഒരു മൂന്നാമത്തെ 25% വരുന്നത് മറ്റു വഴികൾ കൂടി. മറ്റു വഴികൾ എന്ന് പറഞ്ഞാൽ വേറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക. നേരത്തെ പല പുസ്തകങ്ങളെ പറഞ്ഞു, അങ്ങനെയുള്ള ബുക്കുകളൊക്കെ ലൈബ്രറിയിലുണ്ടോ അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കുകയെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് എത്രയും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റി വായിക്കുക. എന്തെങ്കിലും ആർട്ടിക്കിൾ ലേഖനങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ബുക്കുകളുണ്ട്, അതൊക്കെ വായിച്ചു നോക്കുക. സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പം തന്നെ ഈ 3-ാം തീയതി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ 3-ാം തീയതി ഒരു ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരു പിന്നെ സെമിനാർ വരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം ഉണ്ട്. ഉച്ചയ്ക്ക് ഊണൊക്കെ അവിടെ തരും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാം. അതായത് അതിനകത്ത് വാസ്തുശാസ്ത്രത്തിലെ എൻ്റെ ഒരു പിന്നെ പേപ്പർ ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ ജ്യോതിഷത്തിലും അങ്ങനെ പല പല സബ്ജക്റ്റിലുള്ള പേപ്പർ പ്രസന്റേഷനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്താൽ അത് അങ്ങനെയുള്ള നമുക്ക് കുറെ അറിവുകൾ കിട്ടും. അതൊരു 25% ആണ്. മൂന്നാമത്തെ 25% അങ്ങനെയുള്ള സെമിനാർ അറ്റൻഡ് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെ മറ്റുള്ള ഏതെങ്കിലും ടീച്ചർ അവരുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ 25%. ഇപ്പൊ ലാസ്റ്റ് 25% എക്സ്പീരിയൻസ് നമുക്ക് ഇതൊക്കെ പഠിച്ച് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ചിലപ്പം 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല. എല്ലാം പഠിച്ച് 100 മാർക്കും എല്ലാം വാങ്ങിച്ചത് കൊണ്ട് മാത്രം കുറെ നാൾ ഒരു 1-2 വർഷം നിങ്ങൾ ഇത് പ്രയോഗിക്കാതിരുന്നാൽ ഇതെല്ലാം തലേന്ന് വിട്ടുപോകും, മറന്നു. അപ്പൊ ഇത് നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് എക്സ്പീരിയൻസ് ഏറ്റവും പ്രവർത്തന പരിചയം എന്നുള്ള വളരെ പ്രധാനമാണ്. അതിൽ നിന്നാണ് അവസാനത്തെ 25%. അപ്പൊ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഇത് ഓരോന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലും മറ്റു വീട്ടിലൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലത് പതിയുകയും അതിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് 25%. ഇങ്ങനെ എല്ലാം ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു കളയാൻ നമ്മൾ വിചാരിക്കരുത്. അപ്പൊ നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ഗവേഷണത്വര, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കാരണം നമ്മളിവിടെ പല വീടുകൾക്ക് ഇന്ന ഗുണം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഗുണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്ന ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഇന്ന ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാസ്തു ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം കാരണം അവിടെ താമസിക്കുന്നവർക്ക് ഇന്ന ദോഷഫലങ്ങൾ ഉണ്ടാകും എന്നൊക്കെ വാസ്തുശാസ്ത്രം പഠിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഇവിടെ ഒരു ദോഷം, ഏതെങ്കിലും ഒരു ദോഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കട്ടെ. ആ ദോഷം നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും വീട്ടിൽ ചിലപ്പോൾ ഉണ്ടെന്നിരിക്കട്ടെ ആ ദോഷം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദോഷത്തിന്റെ ഫലം ഇന്നതാണെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഫലം അവിടെ താമസിക്കുന്നവർക്ക് ഉണ്ടാകുന്നുണ്ടോ? വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ഇന്ന ദോഷം കൊണ്ട് ഉണ്ടാകേണ്ട ഫലം ആ വീട്ടിൽ താമസിക്കുന്നവർ ഉണ്ടാകുന്നുണ്ടോ? അതാണ് ഒരു ഗവേഷണം പോലെ. അഥവാ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇന്നപോലെ പഠിച്ചപ്പോൾ ഇന്നതുപോലെ പഠിച്ചു, ഞാനൊരു പരിചയമുള്ള വീട്ടിലുണ്ട്, ആ ദോഷമുണ്ട്, പക്ഷെ അവിടെ ആർക്കും അതിന്റെ ആ ദോഷഫലം കാണുന്നില്ല. അപ്പൊ ക്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇതിനെ കൂടുതൽ ലൈവ് ആക്കാം ക്ലാസ്സിന്. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് പോലെ എനിക്കറിയാവില്ല പലപ്പോഴും. കാരണം ഞാൻ ഫുൾ സ്ക്രീനിലാണ് ഇത് കാണുന്നത്. എനിക്ക് അപ്പൊ അങ്ങനെ ഇപ്പം ലാൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതല്ല. അപ്പൊ നമുക്ക് കൂടുതൽ ലൈവായി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പോകുന്ന സ്ഥലത്ത് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടോ അല്ലെ അനുകൂലമായിട്ടുള്ളതും പറയാം. ഞാൻ ഇങ്ങനെ പോയി അവിടെ ഇന്ന ദോഷം ഉണ്ടായിരുന്നു, ആ ദോഷത്തിന്റെ ഫലം അവർക്ക് അനുഭവിച്ച വളരെ വ്യക്തമാണ്, അങ്ങനെയുള്ളതും പറയാം. അപ്പൊ അത് അങ്ങനെ ഒരു ഗവേഷണം, ഒരു റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഈ വാസ്തുശാസ്ത്രത്തെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുന്നതിനും അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ഉണ്ടാകുന്നതിനും സഹായിക്കും. അപ്പൊ അതാണ് ഒരു ഗവേഷണത്വര വേണം. അതുപോലെ തന്നെ പിന്നീടുള്ളത് ഒരു ദൈവീക ബോധം. കാരണം നമുക്ക് ഞാൻ നേരത്തെ നമ്മുടെ 18 ആചാര്യന്മാരെ പറ്റി സ്മരിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ആചാര്യന്മാരൊക്കെയാണ് ഇത് നമുക്ക് തന്നിട്ടുള്ളത്. ഈ വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഇതൊക്കെ തന്നിട്ട് അവരിൽ നിന്നുമാണ് നമുക്കത് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഒരു ഹയർ സോഴ്സ്,
അതിന് എന്ത് പേര് പറഞ്ഞോളൂ, അതിന് പ്രത്യേക ഒരു പേരുമില്ല. ഈ ഹയർ സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ശക്തിയാണ്, ഒരു എനർജിയാണ്, ഒരു ഊർജമാണ്. അതിന് യാതൊരു പേരുമില്ല. അപ്പൊ ആ എനർജിയിൽ നിന്ന് നമുക്ക് വളരെയധികം ഗുണം കിട്ടും. അതിന് ഒരുപാട് നമുക്ക് കിട്ടും. ആ ഒരു ബോധത്തിൽ നിന്ന് ആ ദൈവികമായ ഒരു അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. ആ ഹയർ സോഴ്സുമായിട്ടുള്ള ലിങ്ക്, അത് നമുക്ക് ആ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ബോധമായി കഴിഞ്ഞാൽ ആ ലിങ്കിൽ കൂടി കൂടുതൽ നിർദ്ദേശങ്ങൾ, കൂടുതൽ ഇതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ആ ഒരു ബോധം അത് ഇതിന് വളരെ സാധാരണ ഈ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഇംഗ്ലീഷും ഒക്കെ പഠിക്കുന്നത് പോലെ അല്ല ഈ ജ്യോതിഷം, വാസ്തുശാസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ അതിന് ആ ഒരു ഹയർ സോഴ്സിൽ നിന്നുള്ള ഒരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതില് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്ത് ഓരോ ഗുണങ്ങൾ ആർക്കാണോ ഇത് അപ്ലൈ ചെയ്യുന്നത് അവർക്ക് ഗുണങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം വരണമെങ്കിൽ ആ ഒരു ബോധം, ആ ഒരു ഹയർ സോഴ്സിന്റെ അനുഗ്രഹം നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ബോധം ഉണ്ടായിരിക്കണം. ഇപ്പൊ നോക്കി നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു ചെറിയ ട്രയൽ എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ ഇതുപോലെ പടങ്ങളൊക്കെ വരച്ച് കാണിക്കുന്നതിന്റെ ഒരു ചെറിയ ട്രയൽ മാത്രം ഞാൻ ഇവിടെ കാണിക്കുകയാണ്. അതായത് ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് ഒരു വീടാണെന്ന് ഇരിക്കട്ടെ. സപ്പോസ് ഇതൊരു വീടാണ്. ഈ വീടിന്റെ വെളിയിലത്തെ 4 ഭിത്തികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. 4 ദിശകൾ, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഒരു ജസ്റ്റ് ഒരു ഉദ്ദേശം. ഇപ്പൊ ഇതിനെ നമ്മൾ 9 ആയിട്ട് തിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. നോക്കുക. അപ്പൊ ഒരു വലിയ ഒരു 9 തുല്യ ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു. അപ്പൊ ഇവിടെ ഈ കിഴക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് കിഴക്ക് വശത്തെ ഇടത്തെ അറ്റം മുതൽ വലത്തെ അറ്റം വരെയുള്ള അത് മുഴുവൻ കിഴക്കാണ്. അല്ല, ആ മധ്യത്തിലുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കിഴക്ക്. ഈ ആ ഒരു റെക്ടാങ്കിൾ, ചെറിയ റെക്ടാങ്കിൾ, അത് കംപ്ലീറ്റ് ഈസ്റ്റാണ്. അതിൽ വരുന്ന ഭാഗങ്ങളെല്ലാം ഈസ്റ്റാണ്. അതുപോലെ താഴെ വെസ്റ്റ് നോക്കുക. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോളം, ആ ഒരു 4 അതിനകത്ത് വരുന്നതെല്ലാം വെസ്റ്റാണ്. അതുപോലെ നോർത്ത്, ആ ഭാഗം, സൗത്ത്, ഇത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ്. ആ ഒരു കോളം മുഴുവൻ വടക്ക് കിഴക്കേ മൂലയാണ്. തെക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് തെക്ക് കിഴക്കേ മൂലയാണ്. അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് ആ മൂലയെ കാണുന്ന ഒരു കോളം. അതുപോലെ വടക്ക് പടിഞ്ഞാറേ മൂല, അത് വടക്ക് കിഴക്കേ മൂല. നോർത്ത് ഈസ്റ്റിന് ഈശാന മൂല, സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂല, സൗത്ത് വെസ്റ്റിന് കന്നിമൂല, നോർത്ത് വെസ്റ്റിന് വായുമൂല എന്നുള്ളത് അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരും. പിന്നെ നടുക്ക് വരുന്ന ഭാഗം സെന്റർ ആണ്. അതിന് ബ്രഹ്മസ്ഥാനം എന്നൊക്കെ പറയാം, അത് സെന്റർ ആണ്. അപ്പൊ ഇങ്ങനെ ഇതില് നമ്മൾ അറിയേണ്ട ആ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കണം. അപ്പൊ ഇങ്ങനെ നോക്കുക. ഇപ്പൊ ഒരു ആരോ നമുക്ക് മുകളിൽ കാണാം, ഈസ്റ്റ്. അത്രയും ഭാഗമേ ഈസ്റ്റ് ഉള്ളൂ. അതിന്റെ വടക്ക് ഭാഗം നോർത്ത് ഈസ്റ്റിൽ വരും, അതിന്റെ തെക്ക് ഭാഗം സൗത്ത് ഈസ്റ്റിൽ വരും. അപ്പൊ അത്രയും ഭാഗം താഴോട്ടും ആ മൂന്നിലൊന്ന്, ആ ടോട്ടൽ താഴോട്ടുള്ള നീളത്തിന്റെ ഒരു മൂന്നിലൊന്ന് താഴെ തൊട്ട് കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് അതിന്റെ ഒരു മൂന്നിലൊന്ന് വരെയും ഈസ്റ്റ് വരുന്നതാണ്. അത് ഇത്രയും ഈസ്റ്റ് വരുന്നതാണ്. അതുപോലെ വെസ്റ്റിൽ വരുന്നത് നോക്കുക, അവിടെ ആ ഒരു ആരോ ഇട്ടിട്ടുണ്ട്, അത് ഇത്രയും വെസ്റ്റ് വരുന്നതാണ്. അതുപോലെ നോർത്തിൽ വരുന്നത് നോക്കുക, ഈ ഭാഗം ഇത്രയും നോർത്ത് അല്ലെങ്കിൽ വടക്ക് വശത്ത് വരുന്നതാണ്. അതുപോലെ തെക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഈ 2 ഭാഗം കൂടെ ചേരുന്നതാണ് നോർത്ത് ഈസ്റ്റ്. വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഇത് രണ്ടും, അതായത് നോർത്തിന്റെ എൻഡ് മുതൽ ഈസ്റ്റിന്റെ എൻഡ് വരെയുള്ള ആ കംപ്ലീറ്റ് ഭാഗം അത് ഇത്രയും നോർത്ത് ഈസ്റ്റ് ആണ്, അല്ലെങ്കിൽ വടക്ക് കിഴക്കാണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് അത് നോർത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ആരോ, ആ 2 ആരോ അത്രയും ഭാഗവും സൗത്ത് ഈസ്റ്റ് ആണ്. അതുപോലെ സൗത്ത് വെസ്റ്റ്, ഇപ്പൊ ആരോ വന്നു. അതുപോലെ വേറെ ആരോ, ആ വെസ്റ്റ് കഴിഞ്ഞും സൗത്ത് വെസ്റ്റിന്റെ സൗത്തിന്റെ ഇടയ്ക്ക് വരുന്ന ഇത്രയും ഭാഗവും അതിനകത്ത് വരുന്ന അത്രയും ഭാഗവും സൗത്ത് വെസ്റ്റ് ആണ്. അതുപോലെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ 2 ഭാഗങ്ങൾ. ഈ 2 ഭാഗങ്ങൾ ചേർന്ന് വരുന്ന കംപ്ലീറ്റ് നോർത്ത് വെസ്റ്റ് ആണ്. ഇനി സപ്പോസ് ഇവിടെ ഇപ്പൊ നോക്കുക, ഒരു നീല നിറത്തിൽ കാണുന്നത് അതൊരു ടോയ്ലറ്റ് ആണെന്ന് ഇരിക്കട്ടെ. ആ ഒരു മുറി, ആ നോർത്ത് ഈസ്റ്റ് വലിയ മുറിയിൽ ഒരു ടോയ്ലറ്റ് വരുന്നു, ആ നീല നിറത്തിൽ കാണുന്നത്. ഇപ്പൊ ഈ നീല നിറം നോർത്ത് ഈസ്റ്റ് കോർണറിൽ വരുന്നില്ല. നിങ്ങൾ നോക്കുക, ആ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വരുന്നില്ല, കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും നോർത്ത് ഈസ്റ്റിലാണ്. കാരണം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നാൽ ടോയ്ലറ്റ് ഇവിടെ വന്നാൽ നോർത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് വരുന്ന ദോഷം അതിനുണ്ട്. അല്ല, നോർത്ത് ഈസ്റ്റ് ഏറ്റവും മൂലയ്ക്കാണ്. മൂലയെന്ന് കുറച്ച് ചില ആൾക്കാർ പറയും ആ മൂല അല്പം മാറ്റി ചെയ്യാം. മൂലയിൽ നിന്ന് മാറുന്നതോറും ദോഷത്തിന്റെ ശക്തി കുറയും. പക്ഷെ എന്നാലും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഈ ഒരു ഇപ്പൊ ആ നീല നിറം കാണുന്നത് നോർത്ത് ഈസ്റ്റ് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഓരോന്നും പറഞ്ഞു കഴിയുമ്പോൾ ആ നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ് എന്നുള്ള ഒരു ഐഡിയ വേണം. അപ്പൊ അത് വെറുതെ തെക്ക് കിഴക്ക് മൂല മാത്രമല്ല, ആ മൂല ആയിട്ട് ബന്ധപ്പെട്ട 9 ഭാഗം കംപ്ലീറ്റ് നോർത്ത് ഈസ്റ്റ് ആയാലും സൗത്ത് വെസ്റ്റ് ആയാലും ഏതായാലും 9 ഭാഗം വരും. ഇത് നമ്മൾ ആ ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം, ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ആരും ചോദിച്ചില്ല.
ഇനി നമ്മൾ സിലബസ് ആണ് നമ്മൾ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കാം. ബുക്കോ പേപ്പറോ കൂടെ കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ സിലബസ് തരികയാണ്. ഡിപ്ലോമ കോഴ്സ്, അതായത് വാസ്തുശാസ്ത്ര ഡിപ്ലോമ കോഴ്സ് സിലബസ്. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ. അപ്പൊ അതിന് ആ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും എഴുതിയായിരിക്കുന്നു. ഒന്ന് ജസ്റ്റ് എഴുതിക്കോളൂ. പുസ്തകം 1, അതായത് 3 പുസ്തകം ഉണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞാണ്. ആ പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. പുസ്തകം 1, അത് ഫസ്റ്റ് ചാപ്റ്റർ, അധ്യായം 1, അധ്യായം 1 ചാപ്റ്റർ 1 എഴുതാം. അതിന്റെ ചാപ്റ്റർ ഹെഡിങ് വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. പെട്ടെന്ന് എഴുതിക്കോണം. ആ പുസ്തകത്തിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കാണും. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പുസ്തകം നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ആ പുസ്തകത്തിലും ഈ സിലബസിന്റെ അനുസരിച്ചാണ് ആദ്യം വിഷയവിവരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം ഓക്കെ. പുസ്തകം 1, അധ്യായം 1, വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. ഇത് അതിന്റെ ഹെഡിങ് ആണ്. ആ ചാപ്റ്ററിന്റെ ഹെഡിങ് ആണ്. അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ അതിന്റെ താഴോട്ട് എഴുതിക്കോളൂ നിമിത്തം. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് താഴോട്ട് എഴുതിക്കോളൂ നിമിത്തം. എല്ലാം ഞാൻ ഇവിടെ ഇതിനകത്ത് എഴുതിയിട്ടില്ല. കാരണം ഈസി ആയിട്ടുള്ള കുറച്ച് എഴുതാൻ പ്രയാസമുള്ളതൊക്കെ ഞാൻ എഴുതി കാണിക്കാം. അപ്പൊ വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളുടെ ചാപ്റ്ററിൽ താഴെ എഴുതിക്കണം നിമിത്തം. നിമിത്തത്തിന്റെ താഴെ ശുഭനിമിത്തങ്ങൾ, ശുഭകരമായിട്ടുള്ള നിമിത്തങ്ങൾ ഏതൊക്കെയാണ്, ശുഭനിമിത്തങ്ങൾ ഏതൊക്കെയാണ്. അതിന്റെ താഴെ അശുഭ നിമിത്തങ്ങൾ. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങൾ ഹെഡിങ്, താഴെ നിമിത്തം. നിമിത്തത്തിന്റെ താഴെ എഴുതുക ശുഭനിമിത്തങ്ങൾ. അതിന്റെ താഴെ എഴുതുക അശുഭ നിമിത്തങ്ങൾ, അശുഭ നിമിത്തങ്ങൾ. അതിന് താഴെ വാസ്തു മുഹൂർത്തം. സ്പീഡ് കൂടി പോകുന്നെങ്കിൽ പറയണം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. നിമിത്തം, താഴെ ശുഭനിമിത്തങ്ങൾ, അതിന് താഴെ അശുഭ നിമിത്തങ്ങൾ, അതിന് താഴെ വാസ്തു മുഹൂർത്തം. വാസ്തു എന്നുള്ള ഇവിടെ നോക്കിയാൽ കാണാം. വാസ്തു ആദ്യം എഴുതിയിട്ടുണ്ട്, മുഹൂർത്തം അവസാനമുണ്ട്. വാസ്തു മുഹൂർത്തം. അതിനടുത്ത് താഴോട്ട് എഴുതിക്കുക വാസ്തു പുരുഷൻ നിദ്ര വിടുന്ന സമയം. വാസ്തു പുരുഷൻ നിദ്ര വിടുന്ന സമയം. വാസ്തു പുരുഷൻ നിദ്ര വിടുന്ന സമയം എഴുതി കാണുന്നതായിരിക്കുന്നു. വാസ്തു പുരുഷൻ നിദ്ര വിടുന്ന സമയം. അതിന് താഴെ ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ. അതിന് താഴെ ഉത്തമ മാസങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് ഉത്തമ മാസങ്ങൾ. അതിന് താഴെ ഉത്തമ വാരങ്ങൾ. ഉത്തമ വാരങ്ങൾ, വാരം പറഞ്ഞ ആഴ്ച. ഉത്തമ വാരങ്ങൾ എഴുതി കാണുന്നതായിരിക്കുന്നു. അതിന് താഴെ എഴുതുക ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. അതിന് താഴെ ഉത്തമ വാരങ്ങൾ. ഉത്തമ വാരങ്ങൾ. അതിന് താഴെ ഉത്തമ മാസങ്ങൾ. ഉത്തമ മാസങ്ങൾ. ഉത്തമ മാസങ്ങൾ. അതിന് താഴെ എഴുതുക ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. താഴെ ശിലാന്യാസം, വേണമെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ശിലാന്യാസം. ശിലാന്യാസം നീട്ട്. അതിന്റെ താഴെ ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം ആഴ്ച. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം, ആഴ്ച. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം, ആഴ്ച. അതിന് താഴെ കിണർ കുഴിക്കുന്നതിന്. കിണർ കുഴിക്കുന്നതിന് കിണർ കുഴിക്കുന്നതിന് അതിന്റെ സമയം, നല്ല സമയം കിണർ കുഴിക്കുന്നതിന്. അതിന് താഴെ ഗോശാല. ഗോശാല പറഞ്ഞാൽ നമുക്കറിയാം തൊഴുത്ത്, കന്നുകാലികളെ കെട്ടാണ് തൊഴുത്ത്. ഗോശാല.
അതോടുകൂടി അധ്യായം 1 കഴിഞ്ഞു, അതായത് ചാപ്റ്റർ 1. അടുത്ത ചാപ്റ്റർ 2 ആണ്, അധ്യായം 2. അതിന്റെ ഹെഡിങ് വസുധാലക്ഷണം. അണ്ടർലൈൻ ചെയ്യാം. വസുധാലക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായി ബന്ധം. ആദ്യം നമ്മൾ വീടിലോട്ട് വരുന്നതിന് മുമ്പ് ഭൂമിയുടെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഈ വസുധാലക്ഷണം കംപ്ലീറ്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം എഴുതിക്കൊള്ളുക. പിന്നെ ഉത്തമ ഭൂമി ലക്ഷണം. വസ്തുതാലക്ഷണം നേരിട്ട് അതിൻ്റെ അടിയിൽ എഴുതുക. ഉത്തമ ഭൂമി ലക്ഷണം. ഉത്തമ ഭൂമി ലക്ഷണം. അതിന് താഴെ അധമ ഭൂമി ലക്ഷണം. ഉത്തമ ഭൂമി ലക്ഷണം. അതിന് താഴെ അധമ ഭൂമി ലക്ഷണം. അധമ ഭൂമി ലക്ഷണം എഴുതിയിട്ട് അതിൻ്റെ താഴെ ഭൂമി ദോഷ പരിഹാരം. ഭൂമി ദോഷ പരിഹാരം. ഭൂമി ദോഷ പരിഹാരം. അതിന് താഴെ വീഥി ലക്ഷണങ്ങളും ഫലങ്ങളും. ഇവിടെ നോക്കി എഴുതാം, സ്ക്രീനിലുണ്ട്. വീഥി ലക്ഷണങ്ങളും ഫലങ്ങളും. അതിന് താഴെ വാസ്തുവിന്റെ അംഗഹീനത്വം. സ്ക്രീനിലുണ്ട്, നോക്കി എഴുതാം. വാസ്തുവിന്റെ അംഗഹീനത്വം. വാസ്തുവിന്റെ അംഗഹീനത്വം. അതിന് താഴെ ഭൂപരീക്ഷണം. ഭൂപരീക്ഷണം സ്ക്രീനിലുണ്ട്, നോക്കി എഴുതാം. അതിന് താഴെ ജാങ്കലം. ജാംഗലം സ്ക്രീനിൽ നോക്കി എഴുതാം. ജാംഗലം. അതിന് താഴെ അനൂപം. ജാങ്കലത്തിന് താഴെ അനൂപം. അതിന് താഴെ സാധാരണം. സാധാരണം ഇത് കാണുന്നതായിരിക്കുന്നു. അതിന് താഴെ ഗോമുഖി. ഗോമുഖി. അതിന് താഴെ വ്യാഘ്രമുഖി. 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 അതിന് താഴെ വ്യാഘ്രമുഖിയുടെ താഴെ ഭൂമി ഗൃഹനിർമ്മാണത്തിന്. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വ്യാഘ്രമുഖി കഴിഞ്ഞിട്ട് താഴെ എഴുതുക. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എഴുതി കഴിഞ്ഞായിരിക്കുന്നു. അതിൻ്റെ അടുത്ത താഴെ ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. അതോടെ അധ്യായം 2 അല്ലെങ്കിൽ ചാപ്റ്റർ 2 കഴിഞ്ഞു. വസ്തുതാലക്ഷണം കഴിഞ്ഞു. അടുത്തത് ചാപ്റ്റർ 3 ആണ്, അധ്യായം 3. ഹെഡിങ് വൃക്ഷങ്ങൾ. വൃക്ഷങ്ങൾ. അതുകൊണ്ട് വൃക്ഷ ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. സ്ക്രീനിലുണ്ട്, നോക്കി എഴുതാം. വൃക്ഷ ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. വൃക്ഷ ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. അടുത്തത് ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. എഴുതി കാണുന്നതായിരിക്കുന്നു. അടുത്തത് സ്ത്രീ പുരുഷ നപുംസക വൃക്ഷങ്ങൾ. സ്ത്രീ ഡാഷ് പുരുഷ ഡാഷ് നപുംസക വൃക്ഷങ്ങൾ. അതോടെ അധ്യായം 3 കഴിയും. വൃക്ഷങ്ങൾ കഴിഞ്ഞു. അടുത്ത അധ്യായം 4 ചാപ്റ്റർ 4. ഹെഡിങ് ദേവതാ സങ്കല്പം. സ്പിരിച്വാലിറ്റിയെ പറ്റി കുറച്ച് കൂടുതലായിട്ട് ആ ചാപ്റ്ററിലാണ് വരുന്നത്. ദേവതാ സങ്കല്പം. ആദ്യത് വാസ്തു പുരുഷൻ. ദേവതാ സങ്കല്പത്തിന്റെ താഴെ വാസ്തു പുരുഷൻ. വാസ്തു പുരുഷൻ. അതിന് താഴെ 45 ദേവനാമങ്ങൾ.
വാസ്തുവിഷ്ണു താഴെ 45 ദേവനാമങ്ങൾ. 45 ദേവനാമങ്ങൾ. അതിന് താഴെ നിത്യവാസ്തു സ്ക്രീനിലുണ്ട്. നിത്യവാസ്തു. നിത്യവാസ്തു. അതിന് താഴെ ചരവാസ്തു. ചരവാസ്തു. അതിന് താഴെ സ്ഥിരവാസ്തു. നിത്യവാസ്തു, ചരവാസ്തു, സ്ഥിരവാസ്തു. അതിന് താഴെ അഷ്ടദിക്പാലകർ. അഷ്ടദിക്പാലകർ. അതിന് താഴെ പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ. അതോടുകൂടി അധ്യായം 4 ദേവതാസങ്കല്പം കഴിയും. അടുത്ത അധ്യായം 5 ചാപ്റ്റർ 5 ഹെഡിങ് സ്ഥാനനിർണയം. ഇതിൽ അണ്ടർലൈൻ ചെയ്യുക. സ്ഥാനനിർണയം അണ്ടർലൈൻ ചെയ്യുക. താഴോട്ട് എഴുതി കൊടുക്കുക. വീധി കൽപ്പന. സ്ക്രീനിലുണ്ട്. വീധി കൽപ്പന. അടുത്തത് മഹാക്ഷേത്രം. വീധി കൽപ്പന താഴെ മഹാക്ഷേത്രം. മഹാക്ഷേത്രം. അതിന് താഴെ മധ്യമ ക്ഷേത്രം. മഹാക്ഷേത്രത്തിന് താഴെ ഖണ്ഡനിർണയം. മഹാക്ഷേത്രത്തിന് താഴെ ഖണ്ഡനിർണയം. സ്ക്രീനിലുണ്ട്. വീധി കൽപ്പന, അതിന് താഴെ മഹാക്ഷേത്രം, അതിന് താഴെ ഖണ്ഡനിർണയം. അതിന് താഴെ മധ്യമക്ഷേത്രം. ഖണ്ഡനിർണയത്തിന് താഴെ മധ്യമക്ഷേത്രം. മധ്യമക്ഷേത്രത്തിന് താഴെ അല്പക്ഷേത്രം. അല്പക്ഷേത്രം. അല്പക്ഷേത്രത്തിന് താഴെ പദവിന്യാസം. പദവിന്യാസം. പദവിന്യാസത്തിന് താഴെ മർമ്മദോഷം. മർമ്മദോഷം. അതോടുകൂടി ചാപ്റ്റർ 5 സ്ഥാനനിർണയം കഴിഞ്ഞു. അടുത്ത അധ്യായം 6 ചാപ്റ്റർ 6 ഹെഡിങ് മാനനിർണയം. അണ്ടർലൈൻ ചെയ്യുക. മാനനിർണയം. അളവുകളൊക്കെ പറ്റി കോല, അങ്കുലം തുടങ്ങിയ അളവുകളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് മാനനിർണയം. താഴെ എഴുതിക്കൊള്ളുക. മാനനിർണയം എഴുതിയിട്ട് താഴെ കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. അതിന് താഴെ മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. മാനദണ്ഡത്തിന് താഴെ കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. അതിന് താഴെ മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. അതിന് താഴെ അത് എഴുതി കഴിഞ്ഞിട്ട് കോലിന്റെ അടിസ്ഥാനം. കോലിന്റെ അടിസ്ഥാനം. കോലിന്റെ അടിസ്ഥാനം. അടുത്ത താഴെ എഴുതിക്കൊള്ളുക. അധ്യായം 7 ചാപ്റ്റർ 7 ഹെഡിങ് യോനി കൽപ്പന. അണ്ടർലൈൻ ചെയ്യുക. ചാപ്റ്ററിന്റെ ഹെഡിങ് യോനി കൽപ്പന. യോനി കൽപ്പന. അതിന് താഴെ എഴുതിക്കോളൂ ചുറ്റളവ്. ചുറ്റളവ്. ചുറ്റളവിന് താഴെ വീണ്ടും യോനി കൽപ്പന. യോനി കൽപ്പന എന്നുള്ള ചാപ്റ്ററിന്റെ ഹെഡിങ് ആണ്. അത് കഴിഞ്ഞ് താഴെ ചുറ്റളവ്. അത് കഴിഞ്ഞ് യോനി കൽപ്പന. യോനി കൽപ്പനയുടെ താഴെ ആയം. സ്ക്രീനിൽ കാണാം. ആയം. ആയത്തിന് താഴെ വ്യയം. വ്യയം. അതിന് താഴെ യോനി. ആയം, വ്യയം, യോനി. നക്ഷത്രം. ആയം, വ്യയം, യോനി. അതിന് താഴെ നക്ഷത്രം. വാരം. നക്ഷത്രത്തിന് താഴെ വാരം. അതിന് താഴെ തിഥി. വാരത്തിന് താഴെ തിഥി.
അടുത്ത തിഥിയുടെ താഴെയായിട്ട് എഴുതിക്കണം. ഞാൻ സൈഡിലാണ് എഴുതിയിരിക്കുന്നത് ആയുസ്. ആ തിഥി എന്നുള്ളതിന്റെ താഴെ എഴുതുക ആയുസ്. ആയുസിന്റെ താഴെ പക്ഷാന്തര വ്യയം. പക്ഷാന്തര വ്യയം. അവിടെ അധ്യായം 7 യോനി കൽപ്പന കഴിഞ്ഞു. അടുത്ത അധ്യായം 8. അധ്യായം 8 ചാപ്റ്റർ 8 ഒരു അനുബന്ധം. ഹെഡിങ് അനുബന്ധം. താഴെ എഴുതുക പദയോനി കണക്കുകൾ. പദയോനി കണക്കുകൾ. പദയോനി കണക്കുകൾ. താഴെ കൈക്കണക്ക് പട്ടിക. കൈ എഴുതിയാലും മതി. കൈക്കണക്ക് പട്ടിക. കൈക്കണക്ക് പട്ടിക. കൈക്കണക്ക് പട്ടിക. അതിന് താഴെ മരണ ചുറ്റളവുകൾ. കൈക്കണക്ക് പട്ടികയുടെ താഴെ മരണ ചുറ്റളവുകൾ. മരണ ചുറ്റളവുകൾ. മരണ ചുറ്റളവുകൾ എഴുതിയിട്ട് അതിന്റെ താഴെ മുറികളുടെ അളവുകൾ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. മരണച്ചുറ്റളവുകളുടെ താഴെ മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. അതിന് താഴെ കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. അതിന് താഴെ പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. അതോടെ ഒന്നാമത്തെ പുസ്തകം കഴിഞ്ഞു. അടുത്ത ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ പുസ്തകത്തിനാണുള്ളത്. അടുത്ത എഴുതിക്കോളൂ പുസ്തകം 2. പുസ്തകം 2 അധ്യായം 9. 8 വരെ ആദ്യത്തെ പുസ്തകം ഉണ്ടായിരുന്നു. അധ്യായം 9. ഹെഡിങ് ദീർഘവിസ്താരങ്ങൾ. ദീർഘവിസ്താരങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ താഴെ എഴുതിക്കൊള്ളുക ഗുണാംശ വിസ്താരം. ഗുണാംശ വിസ്താരം. ഗുണാംശ വിസ്താരം. അതിന്റെ താഴെ പദയോനി. പദയോനി. അതിന് താഴെ ഗമനം. പദയോനിയുടെ താഴെ ഗമനം. ഗമനത്തിന് താഴെ വീടിന്റെ പരമാവധി നീളവും വീതിയും. ഗമനം എഴുതിയിട്ടാണ് താഴെ വീടിന്റെ പരമാവധി നീളവും വീതിയും. വീടിന്റെ പരമാവധി നീളവും വീതിയും. ഗമനം കഴിഞ്ഞ് വീടിന്റെ പരമാവധി നീളവും വീതിയും. അത് കഴിഞ്ഞ് ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ. ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ. ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ. അത് കഴിഞ്ഞിട്ട് ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ. അത് കഴിഞ്ഞ് അതിന്റെ താഴെ ഗൃഹസ്ഥാനം. ഗൃഹസ്ഥാനം. ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ. അത് കഴിഞ്ഞ് ഗൃഹസ്ഥാനം എഴുതുന്നതായിരിക്കുന്നു. ഗൃഹസ്ഥാനം. അത് കഴിഞ്ഞിട്ട് പാദമാനം. സ്ക്രീനിലുണ്ട്. ഗമനം ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ കഴിഞ്ഞ് ഗൃഹസ്ഥാനം. ഗൃഹസ്ഥാനം കഴിഞ്ഞ് പാദമാനം. പാദമാനം കഴിഞ്ഞിട്ട് അധിഷ്ഠാനം. അധിഷ്ഠാനം. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഒന്നിരിക്കുള്ള ബേസ്മെന്റ്. അധിഷ്ഠാനം ബ്രാക്കറ്റിൽ ബേസ്മെന്റ്. അതിന് താഴെ കാലുയരം. അധിഷ്ഠാനം കഴിഞ്ഞിട്ട് കാലുയരം. അത് കഴിഞ്ഞിട്ട് അസ്ഥിവാരം. അതിന് ഇംഗ്ലീഷിൽ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനാണ് അസ്ഥിവാരം. അസ്ഥിവാരം ബ്രാക്കറ്റിൽ ഫൗണ്ടേഷൻ. അതിനടുത്തത് വാതിലുകൾ ജനലുകൾ. അസ്ഥിവാരം ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വാതിലുകൾ ജനലുകൾ.
വാതിലുകൾ, ജനലുകൾ. അതോടെ ദീർഘവിസ്താരങ്ങൾ എന്നുള്ള 9ാമത്തെ അധ്യായം കഴിഞ്ഞു. അടുത്ത അധ്യായം 10. അധ്യായം 10 ചാപ്റ്ററിന്റെ ഹെഡിങ് ശാലാ സംവിധാനം. ശാലാ സംവിധാനം അണ്ടർലൈൻ ചെയ്യാം. താഴെ ഏകശാലകൾ. ഏകശാലകൾ. അതിന് ദ്വിശാലകൾ. ഏകശാലകൾ, ദ്വിശാലകൾ. സ്ക്രീനിൽ കാണാം, നോക്കിക്കോണം. ഏകശാലകൾ, ദ്വിശാലകൾ. അത് കഴിഞ്ഞ് ത്രിശാലകൾ. ത്രിശാലകൾ. അത് കഴിഞ്ഞ് ചതുശാല. ചതുശാല പറഞ്ഞാൽ 4 കെട്ടാണ്. ചതുശാല. അതോടുകൂടി ശാലാ സംവിധാനം കഴിഞ്ഞു. അടുത്തത് അധ്യായം 11 ശുഭ അശുഭ സ്ഥാനങ്ങൾ. ശുഭ അശുഭ സ്ഥാനങ്ങൾ. അധ്യായം 11 ഹെഡിങ് ശുഭ അശുഭ സ്ഥാനങ്ങൾ. ശുഭ അശുഭ സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട് താഴെ എഴുതുക വാസ്തുമണ്ഡലത്തിൽ. വാസ്തുമണ്ഡലത്തിൽ ഏതൊരു സംശയം ഉണ്ടെങ്കിൽ വാസ്തുമണ്ഡലത്തിൽ. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക്. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. താഴെ കൂടെ പൂജാമുറി. അധ്യായം 11 ശുഭ അശുഭ സ്ഥാനങ്ങൾ. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. അതിന് താഴെ പൂജാമുറി. അതിന് താഴെ കിടപ്പുമുറി. കിടപ്പുമുറി. കിടപ്പുമുറിയുടെ താഴെ ഊണുമുറി. ഡൈനിങ് റൂം. ഊണുമുറി. അതിന് താഴെ ഉരൽപ്പുര. സ്ക്രീനിയുണ്ട്, നോക്കാം. ഉരൽപ്പുര. ഉരൽപ്പുരയുടെ താഴെ പൂരിശാലയം. പൂരിശാലയം ബ്രാക്കറ്റിൽ ടോയ്ലറ്റ്. പൂരിശാലയം ടോയ്ലറ്റ് ആണ്. പൂരിശാലയം ടോയ്ലറ്റ്. അടുത്ത ഗോവണി, അതായത് സ്റ്റെയർ കേസ്. ഗോവണി. ഗോവണി കഴിഞ്ഞിട്ട് ഗോശാല. ഗോശാല തൊഴുത്ത്. ഗോശാല കഴിഞ്ഞിട്ട് കുളം. ഗോശാലയുടെ താഴെ കുളം. ഗോശാലയുടെ താഴെ കുളം. കുളത്തിന് താഴെ പടിപ്പുര. പടിപ്പുര എന്ന് പറഞ്ഞാൽ ഗേറ്റിന്റെ ആണ്. പടിപ്പുര, ഗേറ്റ്. പടിപ്പുര. കുളത്തിന്റെ താഴെ പടിപ്പുര. പടിപ്പുരയുടെ താഴെ കിണറ്. കിണറ്. കിണറിന് താഴെ തുളസിത്തറ. 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 തുളസിത്തറയുടെ താഴെ സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് സ്ക്രീനിലുണ്ട്. സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞാൽ പട്ടിക്കൂട്. സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞാൽ പട്ടിക്കൂട്. അതുവഴി അധ്യായം 11 അല്ലെങ്കിൽ ശുഭ അശുഭ സ്ഥാനങ്ങൾ കഴിയും. അടുത്ത അധ്യായം 12 പൊതുനിയമങ്ങൾ. അധ്യായം 12 പൊതുനിയമങ്ങൾ. പൊതുനിയമങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫെങ്ഷിയുടെ കുറച്ച് ഇതുണ്ട്. അത് പിന്നീട് അതിന്റെ ഇത് തരാം. ഈ പൊതുനിയമങ്ങളോട് കൂടി മിക്കവാറും നമ്മുടെ ബാല്യവാസ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഇത് കഴിയും. പിന്നെ കുറച്ചുണ്ട്, എന്നാലും മെയിൻ ഇതെല്ലാം ഈ അധ്യായം 12 കൂടി പൊതുനിയമങ്ങളോടുകൂടി ബാല്യവാസ്യാസമായിട്ട് ബന്ധപ്പെട്ട് കഴിയും. പിന്നെ ഈ ഫെങ്ഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് വാസ്തു, സംയോജിത വാസ്തുശാസ്ത്രം എന്താണെന്ന് പറയും. അത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊരുപാട് ഈ ഭാര്യവാസ്യാസ്ത്രമായിട്ട് ഒരുപാട് പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടതാണ്. എന്നാൽ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ പിന്നെ എന്തൊക്കെയാണ് ഈ ഫെങ്ഷി അല്ലെങ്കിൽ
ചൈനീസ് വാസ്തുശാസ്ത്രം എന്നറിയപ്പെടുന്ന ഫെങ്ഷുയി, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അത് എങ്ങനെ പലപ്പോഴും വളരെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. അത് ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും, അത് പൊതു നിയമങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററാണ്. ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും. ഇതാണ് നമ്മുടെ ഹെഡിങ്, നമ്മുടെ സിലബസ്. ഈ സിലബസുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇന്നിപ്പോൾ സിലബസ് തന്നു, ശരിയായിട്ട് നമ്മളെ ക്ലാസ് സിലബസ് അനുസരിച്ചുള്ള ശരിക്കുള്ള ക്ലാസ് നമ്മൾ അടുത്ത ആഴ്ച 8 മണി പോലെ നമുക്ക് ക്ലാസ് തുടങ്ങുന്നത് കറക്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് സിലബസ് തന്നു, ഒരു ഇൻട്രഡക്ഷൻ ആ കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഇനി നമുക്ക് ശരിക്കുള്ള ആ സിലബസ് അനുസരിച്ച് ഇപ്പൊ സിലബസ് നിങ്ങൾക്ക് ആദ്യം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ എങ്ങനെയാണ് പുസ്തകങ്ങൾ കിട്ടേണ്ടതെന്നുള്ള ബന്ധപ്പെടുക, ശ്രീ ലാലുമായിട്ട് ബന്ധപ്പെടുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് എനിത്തിങ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളോ സിലബസുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും ആവുന്നില്ല, വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. സാർ, എനിക്കൊരു സംശയമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ വാസ്തുവിനെ കുറിച്ചാണ് പഠിക്കുന്നത്, വാസ്തുവിന്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. എന്താണ് വാസ്തു എന്നുള്ളത്? അത് ആദ്യം പഠിപ്പിക്കും. വാസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിപ്പിച്ചിട്ടാണ് ബാക്കിയൊക്കെ തുടങ്ങുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വാസ്തു എന്താണ്, വാസ്തുവിന്റെ വാസ്തു എന്നുള്ള പേര് എങ്ങനെ കിട്ടി, അതിന്റെ ഉത്ഭവം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം അതിന്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടാണ് നമ്മൾ നിമിത്തങ്ങളും ആദ്യത്തെ ചാപ്റ്റർ നിമിത്തങ്ങളെ പറ്റി പഠിക്കുന്നത്. ആദ്യത്തെ എങ്ങനെയാണ് വാസ്തു ആ പേര് കിട്ടാനുള്ള കാരണം, അതെല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിക്കും. വാസ്തു എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീടുകളും വീടിരിക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തു. വാസസ്ഥലവുമായി ബന്ധപ്പെട്ട ശാസ്ത്രം. വാസസ്ഥലവുമായി വസ്തു എന്ന് പറയുന്നത് വാസസ്ഥലം എന്നുള്ള അർത്ഥമാണ്. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വാസസ്ഥലവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സാറേ, ഈ വീടിന് മാത്രമേ വാസ്തു ഉള്ളൂ അതോ കടകൾക്കും മറ്റും എല്ലാം വാസ്തു ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട്, ക്ഷേത്രങ്ങൾക്കുണ്ട്. പക്ഷെ ക്ഷേത്രവാസ്തുവും, അതായത് ദേവാലയ വാസ്തു എന്ന് പറയും. മറ്റേത് ഇത് ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന മനുഷ്യാലയ വാസ്തുവാണ്. ദേവാലയ വാസ്തു പ്രത്യക്ഷ മനുഷ്യാലയ വാസ്തു മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അത് ദേവാലയ വാസ്തുവിന് പ്രത്യേക ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. അതായത് പിന്നെ ക്ഷേത്രവാസ്തുവും അതുപോലെ നമ്മൾ മനുഷ്യാലയങ്ങളുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം പിന്നെ കെട്ടിടങ്ങളും ഒക്കെ ഇതാണ്, അത് മനുഷ്യാലയങ്ങളാണ്. ഈ നമ്മൾ ഈ പഠിക്കുന്നതിനകത്ത് എല്ലാ കെട്ടിടങ്ങളും, ഇപ്പൊ സ്കൂളുകള് അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആശുപത്രികള്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങളും ഒക്കെ ഇതിനകത്ത് വരും, ഈ നമ്മൾ പഠിക്കുന്ന വാസ്തുശാസ്ത്രത്തിൽ. വേറെ എന്തെങ്കിലും ചോദിക്കുക. എന്തെങ്കിലും സംശയം നിങ്ങളുടെ വാസ്തുശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ ചോദിക്കുക. വാസ്തുശാസ്ത്രവുമായിട്ട് നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൺസൾട്ട് ചെയ്തോ, അല്ലെങ്കിൽ ചിലക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കാം. അങ്ങനെ ആ അറിവ് വെച്ചോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണേൽ പറയാം. ഹലോ സാറേ, ഒരു സംശയം. സാറേ, നമ്മൾ ഈ വീടിന്റെ ചുറ്റളവ് എന്ന് പറയുന്ന പേസ്മെന്റ് ആണോ അതോ ഭിത്തിയാണോ സാറേ? അതായത് മുമ്പുള്ള വീടുകള് ഉത്തരവും കഴുക്കോലും ഒക്കെ കൊണ്ടായിരുന്നു. ഇപ്പോഴാണ് കോൺക്രീറ്റ് വീടുകളൊക്കെ അടുത്ത കാലത്താണ് അറിയാം. പണ്ട് ഉത്തരവും കഴുക്കോലും ഒക്കെ വെച്ചുള്ള വീടുകൾ. അങ്ങനെയുള്ളിടത്ത് ഉത്തരപ്പുറം അളവാണ് ചുറ്റളവ് എടുക്കേണ്ടത്.
ഉത്തരപ്പുറം അളവെന്ന് പറയും. ഉത്തരത്തിന്റെ വെളിയിലുള്ള അളവാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതേസമയം ഇപ്പം കോൺക്രീറ്റ് വീടുകളാണ്, ഉത്തരവും കഴുക്കോലും ഒന്നും ഇല്ല. ഇപ്പം ഭിത്തിപ്പുറം അളവാണ് എടുക്കേണ്ടത്, ഭിത്തിയുടെ വെളിയിലുള്ള അളവാണ് എടുക്കേണ്ടത്. ഭിത്തിപ്പുറം നമ്മൾ തേപ്പ് ഉൾപ്പെടെ ഉള്ളത്, ആ തേപ്പെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭിത്തിപ്പുറം അളവാണ് എടുക്കേണ്ടത്. ഓക്കെ സാറേ, ഞാൻ എന്നിട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ ഒരു സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ അന്നേരം ആ സിറ്റ് ഔട്ട് ഉൾപ്പെടെയാണോ നമ്മൾ അളക്കുന്നത്, അതോ ഭിത്തി മാത്രമേ അളക്കുള്ളൂ? ഇപ്പൊ സിറ്റ് ഔട്ടിന് ഒരു തൂണായിരിക്കുമല്ലോ. പറഞ്ഞുതരാം. അതിന് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിന് വ്യത്യാസം വരും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് തായ് വീട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു തായ് വീട് എന്ന് പറയാം. തായ് വീട് ഇപ്പൊ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ സപ്പോസ് റൂഫ് കുറച്ച് താഴ്ത്തി ചെയ്തിരിക്കുകയാണെന്നിരിക്കട്ടെ, മറ്റുള്ള മറ്റുള്ള മുറികളുടെ ബെഡ്റൂമിന്റെയും അല്ല മറ്റുള്ള മുറികളുടെ ഒക്കെ റൂഫിനെ അപേക്ഷിച്ച് അല്പം താഴ്ത്തിയാണ് സിറ്റ് ഔട്ടിന്റെ റൂഫ് എങ്കിൽ അത് തായ് വീടി വരില്ല. അപ്പൊ തായ് വീടിന്റെ ചുറ്റെന്ന് പറയുമ്പോൾ ഈ സിറ്റ് ഔട്ടിന്റെ ചുറ്റതിനകത്ത് വരില്ല. അപ്പൊ തായ് വീടിന്റെ അതേസമയം സിറ്റ് ഔട്ടിന്റെ റൂഫും മറ്റുള്ള റൂഫും എല്ലാം ഒരേ ഹൈറ്റിൽ തന്നെ ആണെങ്കിൽ ഈ സിറ്റ് ഔട്ടും തായ് വീടിൽ തന്നെ വരും. അപ്പൊ സിറ്റ് ഔട്ടിന്റെ ചുറ്റും അത് പ്രധാനമാണ്. പക്ഷെ അങ്ങനെ പ്രധാനം അല്ലാതെ വരുന്നത് ചിലപ്പം സിറ്റ് ഔട്ടിന്റെ മൂലക്കായിട്ട് ഈ ചിലപ്പോൾ ഒരു കട്ടിങ് ആയിട്ട് വരും. അതായത് തൂണൊന്നും ഇല്ലാതെ, സിറ്റ് ഔട്ടിന്റെ തൂണൊന്നും ഇല്ലാതെ ചിലപ്പം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് മുകളില് ലിൻഡൽ തൂണ് കൊടുക്കാതെ ചിലപ്പം ഇപ്പൊ ഒരു മൂലയ്ക്ക് ഒരു കാർ പോർച്ച് ആയിരിക്കും, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ആയിരിക്കും. കാർ പോർച്ചിന് ഒരു തൂണ് കൊടുത്താൽ ചിലപ്പോൾ കാറ് കയറാൻ അസൗകര്യമുള്ളതുകൊണ്ട് തൂണൊന്നും കൊടുക്കാതെ വെറുതെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചുറ്റളവിനകത്ത് അതിന്റെ വെളി വരില്ല. കാരണം തൂണോ റൂഫും ഭൂമിയുമായിട്ട് ഒന്നുകിൽ തൂണ് അല്ലെങ്കിൽ ഭിത്തി കൊണ്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചുറ്റി വരുള്ളൂ. ഓക്കെ സാറേ, വേറെ എന്തെങ്കിലും സംശയം? ചോദിക്കുക, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, അപ്പൊ എന്തെല്ലാം സംശയങ്ങളാണ്? വീടിന്റെ ചുറ്റളവ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ റൂമുകളുടെ ചുറ്റളവ് നോക്കാറുണ്ട് സാറേ. വീടിന്റെ വെളിയിലത്തെ ചുറ്റളവാണ് പ്രധാനം. ഒരു വീടിന്റെ നമ്മൾ ഔട്ട്സൈഡ് പെരിമീറ്റർ, വെളിയിലത്തെ ചുറ്റളവ്. മുറികളുടെ അകത്തെ ചുറ്റളവാണ് പ്രധാനം. ഓരോ മുറിയുടെ അകത്തെ ചുറ്റളവ്, അകത്തെ നീളവും. ഇപ്പൊ ഒരു റെക്ടാങ്കുലാർ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ള ഒരു മുറിയാണെങ്കിൽ അതിന്റെ നീളവും വീതിയും കണ്ടിട്ട് രണ്ടും കൂടെ കൂടിക്കണം. നീളവും വീതിയും കൂടെ കൂടി രണ്ടും കൂടി കുടിക്കുന്നതാണ് ചുറ്റളവ് വരുന്നത് ഈ ദീർഘചതുരാകൃതി ആണെങ്കിൽ. അല്ലാതെ ചിലപ്പോൾ മറ്റും നോക്കാറുണ്ടോ ഈ റൂമിന്റെ അകത്ത്? നമ്മൾ ശരിക്ക് നമ്മൾ ഈ ആയുസ് എന്ന് പറഞ്ഞാൽ ഈ സിലബസ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു. ആയുസ് എന്ന് പറഞ്ഞാൽ 5 വിധത്തിലുണ്ട്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. മരണച്ചുറ്റെന്നൊക്കെ നിങ്ങൾ കേട്ടാണ്. മരണച്ചുറ്റെന്നൊക്കെ പറയുന്നത് ആയുസ് മരണമാകുമ്പോഴാണ് മരണച്ചുറ്റെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുറികളുടെ അകത്തെ ചുറ്റളവ് എടുക്കുമ്പം ഒരിക്കലും മരണച്ചുറ്റളവ് പാടില്ല. മരണച്ചുറ്റളവ് ഉണ്ടെങ്കിൽ അത് കറക്ഷൻ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അല്ലാതെ ഉത്തമമായ അളവ് ഏറ്റവും നല്ലതാണ്. എല്ലാ മുറികൾക്കും ഉത്തമമായ അളവ് വരുന്ന വളരെ നല്ലതാണ്. പക്ഷെ മരണച്ചുറ്റ് യാതൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ വെളിയിലത്തെ ചുറ്റളവ് പ്രായം, വ്യയം, യോനി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പിന്നെ നക്ഷത്രം, വാരം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ആയാദി ഷഡ്വർഗങ്ങൾ ഉണ്ട്, ആയുസ്, പക്ഷാന്തരവയം എന്നൊക്കെ പറഞ്ഞ് പലതുമുണ്ട്. അപ്പൊ അതെല്ലാം വീടിന്റെ വെളിയിലത്തെ ചുറ്റളവിന് വളരെ ഉത്തമമായിട്ട് എടുക്കാം. മുറികളുടെ അകത്തെ ചുറ്റളവ് എടുക്കുമ്പോൾ എല്ലാം ഉത്തമമായിട്ട് എടുത്താൽ നല്ലതാണ്. പക്ഷെ മരണച്ചുറ്റാവാൻ പാടില്ല. മറ്റതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉത്തമമായ ആയവും ഭയവും ഒക്കെ നോക്കി ഓരോ മുറിയുടെയും ചുറ്റളവ് എടുക്കാമെങ്കിൽ വളരെ നല്ലതാണ്. അതെല്ലാം മുറിയിലും ബാധിക്കും. അടുക്കള, ബാത്റൂം, എല്ലായിടത്തും എല്ലാ മുറികൾക്കും ബാധകമാവില്ല. അടുക്കളയ്ക്കും ഊണുമുറിക്കും അങ്ങനെയുള്ള മുറികൾക്കും എല്ലാം ബാധകമാവും. പക്ഷെ ഓപ്പൺ സിറ്റ് ഔട്ട് ആണെന്നിരിക്കട്ടെ, ഓപ്പൺ സിറ്റ് ഔട്ട്, ഭിത്തിയൊന്നും ഇല്ല, ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണെങ്കിൽ ആ മുറി അറ്റ്മോസ്ഫിയറുമായിട്ട് അങ്ങ് കണക്ഷനാണ്. കാരണം അവിടെ ഭിത്തിയോ അങ്ങനത്തെ ഒന്നുമില്ല, ഭിത്തിയും വാതിലും ഒന്നുമില്ല, ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. അങ്ങനെ ഓപ്പൺ സിറ്റ് ഔട്ട് ആണെങ്കിൽ അതിന്റെ ചുറ്റിന് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓപ്പൺ വർക്ക് ഏരിയ, ചില വീടിന്റെ അടുക്കള കഴിഞ്ഞ് വർക്ക് ഏരിയ ആയിരിക്കും. വർക്ക് ഏരിയക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഈവൻ ഗ്രില്ലിട്ടതായിരിക്കും. ഗ്രില്ലിട്ടാലും അത് ഓപ്പൺ ആണ്. അത് ഗ്രില്ലിട്ട് കവർ ചെയ്തിട്ടുള്ള അടുക്കള വർക്ക് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ വർക്ക് ഏരിയ ആണ്. അപ്പൊ അങ്ങനെ ഓപ്പൺ വർക്ക് ഏരിയ ഉള്ളിടത്ത് ഭിത്തി ജനല കഥവൊക്കെ വെച്ച് ക്ലോസ് ചെയ്യാത്ത അങ്ങനെ അല്ലാത്ത വർക്ക് ഏരിയയും
സിറ്റ് ഔട്ടും ഒന്നും അതിന് ചുറ്റിന് പ്രാധാന്യമില്ല. മുറികളുടെ ചുറ്റെടുക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ സാറേ? എന്നിട്ട് ഒരു സംശയം ചോദിച്ചോട്ടെ ആ. സാറേ, ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ആ വീടിന്റെ നീളത്തിന്റെ ഇരട്ടി കൂടുതൽ വീതി ആവാൻ പാടില്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയല്ല, അത് വീടിനല്ല, പുരയിടത്തിനാണ്. പുരയിടത്തിന്റെ വാസ്തുമണ്ഡലം അല്ലെങ്കിൽ പുരയിടത്തിന്റെ വീതിയുടെ നീളത്തിന്റെ ഇരട്ടിക്കല്ല, വീതിയുടെ ഇരട്ടി കൂടുതൽ നീളം പാടില്ല. അങ്ങനെ വീതിയുടെ ഇരട്ടി കൂടുതൽ നീളം വന്ന് അതിന് ഖണ്ഡാകൃതി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് പഠിക്കാനുണ്ട്. ഖണ്ഡാകൃതി എന്ന് പറയും. ഖണ്ഡാകൃതിയിലുള്ള പുരയിടത്തില് വീട് വെച്ച് താമസിക്കുന്നത് വളരെയധികം അനിഷ്ടമാണ്, പല ദോഷഫലങ്ങളും ഉണ്ടാകും. അല്ലാതെ വീടിന് അങ്ങനെ ഇല്ല അല്ലേ സാറേ? വീടിന് ഈ ഇരട്ടി കൂടുതലുള്ള കണ്ടീഷൻ ഇല്ല. പക്ഷെ വീടിനും ഉണ്ട് പാദാധികം അർത്ഥാധികം പഠിക്കാനുണ്ട്. ഈ വീതിയുടെ എത്ര ഇരട്ടി വരെ നീളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചിലത് വീതി നീളം അല്ലെങ്കിൽ നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ ഏതൊക്കെ അളവ് ദോഷമാണ്, ഏതൊക്കെ അളവ് നല്ലതാണ്, പാദാധികം, അർത്ഥാധികം, സമതം, പാദോനം എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആ ഗുണാംശ വിസ്താരം കാണിച്ച ആ ഗുണാംശ വിസ്താരം പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കണം. വീതിയുടെ എത്ര ഇരട്ടി നീളമാകാം, എത്ര ഇരട്ടി നീളം ദോഷമാണ്, ഈ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ വീതിയുടെ 1.25 ഇരട്ടി നീളം വന്ന ദോഷമാണ്. ഇപ്പൊ 1000 സെന്റിമീറ്റർ വീതിയുള്ള ഒരു വീടിന് 1750 സെന്റിമീറ്റർ നീളം വന്നാൽ നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 വരും. 1.25 വരുന്ന അങ്ങേറ്റം ദോഷമാണ്. ഏറ്റവും പാദോനം എന്ന് പറയും. പാദോനം വീട് മുടിക്കുന്നതാണ്, വീടിന് വളരെ ദോഷമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അല്ല സാറേ, 1.25 അതിൽ കൂടുതൽ വന്നാലോ? 2ൽ കൂടുതലാകും. അപ്പം പിന്നെ വീട് സമതമാകും. അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സംശയം കൊണ്ട് ചോദിച്ചതാ. ഒരു വാസ്തു വന്നൊരു വീടിന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. ഇപ്പൊ പാദാധികം ആണ് ഏറ്റവും നല്ല വീടിന്. നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 വരുന്നതാണ് ഏറ്റവും ഉത്തമം. അത് പാദാധികം എന്ന് പറയും. സമതവും അർത്ഥാധികവും മധ്യമമാണ്. പാദോനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ അധമമാണ്, ഒരിക്കലും പാടില്ല. 1.25 നീളത്തെ വീതിയോട് ഭാഗിക്കും 1.25, അല്ലെങ്കിൽ 1.25 2നും ഇടയിൽ വരുന്നതെല്ലാം ദോഷമാണ്. പാദോനം വീട് മുടിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മളൊരു വർക്ക് ഏരിയ ഇപ്പൊ അതിനകത്ത് വരുന്നില്ല. പിന്നെ വർക്ക് ഏരിയ വെക്കുമ്പോൾ അത് ചിലവർ പറയും അത് ബേസ്മെന്റിനെയും കാട്ടി ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ഏരിയക്കകത്ത് വരത്തില്ലേ സാറേ? അത് ചുറ്റളവിനകത്ത് അങ്ങനെയല്ല. ബേസ്മെന്റ് താത്തത് കൊണ്ടല്ല കാര്യം. റൂഫ് താക്കുകയാണെങ്കിൽ അത് തായ് വീടിന്റെ ഇത് വരില്ല. തായ് വീട് ഞാൻ നേരത്തെ പറഞ്ഞു. തായ് വീടിന്റെ കൺസെപ്റ്റ് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ റൂഫിന്റെ ഹൈറ്റ് ഇപ്പൊ ഒരു മുറി ചെയ്യുകയാണ്, അതിന്റെ റൂഫിന്റെ ഹൈറ്റ് അല്പം താഴ്ത്തി കൊടുത്താൽ തായ് വീടിന്റെ ചുറ്റളവിനകത്ത് അത് വരില്ല. അതായത് റൂഫ് സെയിം ഹൈറ്റിൽ തന്നെ റൂഫ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ തായ് വീടിന്റെ ചുറ്റളവിൽ തന്നെ അതും വരും. അപ്പൊ അത് വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് അത് നമുക്ക് നോക്കാവുള്ളൂ. ഇപ്പൊ ഇങ്ങനെയുള്ള എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ചില ഭാഗത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ലെന്നുള്ളൂ. ഉദാഹരണത്തിന് കന്നിമൂലയുടെ ഭാഗത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. കന്നിമൂലയൊക്കെ എക്സ്റ്റൻഷൻ വരാൻ പാടില്ല. ഈശാനമൂല കിഴക്ക് വടക്ക് കിഴക്കൊക്കെ എക്സ്റ്റൻഷൻ ആകാം. തെക്ക് പടിഞ്ഞാറൊന്നും എക്സ്റ്റൻഷൻ നല്ലതല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കണം, നമ്മുടെ സിലബസിലുള്ളതാണ്. ഓക്കെ സാറേ. മറ്റെന്തെങ്കിലും എന്തെങ്കിലും സംശയം? ചിലൊന്നും ഒരു സംശയം ചോദിക്കുന്നില്ല, സംശയങ്ങൾ ചോദിക്കുക. സാറ് നമ്മളൊരു വീട് വെക്കുമ്പോ ഇത്ര കട്ടള വേണമെന്നോ അങ്ങനെ വല്ല അളവുകൾ വല്ലതും ഉണ്ടോ? ഏത് ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എത്ര കട്ടള വേണമെന്നോ ഇരട്ട സംഖ്യകൾ വരാൻ പാടില്ല അങ്ങനെ വല്ലതും ഉണ്ടോ? ഇരട്ട സംഖ്യകൾ വരാൻ പാടില്ല എന്നല്ല, ഇരട്ട സംഖ്യകളാണ് നല്ലത്. കാരണം ഇപ്പം 2, 4, 6, 8 ഞാൻ പറഞ്ഞ ടോട്ടൽ കഥകിന്റെ ടോട്ടൽ ജനലിന്റെ ഒക്കെ അളവുകൾ എണ്ണം വരുമ്പോ 2, 4, 6, 8 ഒക്കെ നല്ലതാണ്. ഒറ്റ സംഖ്യകൾ നല്ലതല്ല. അവസാനം 0 വരുന്നത് നല്ലതല്ല. 10 നല്ലതല്ല. 8 കഴിഞ്ഞാൽ പിന്നെ 12. 8 കഴിഞ്ഞാൽ 9 ഒറ്റ സംഖ്യയാണ്. 10 അവസാനം 0 11 ഒറ്റ സംഖ്യയാണ്. അപ്പൊ 8 കഴിഞ്ഞാൽ പിന്നെ 12 ആകാവും. അപ്പൊ അത് ആ നമ്പറുകള് പിന്നെ ഇരട്ട സംഖ്യകള് ആകാം, ഒറ്റ സംഖ്യകൾ നല്ലതല്ല. അവസാനം 0 വരുന്ന സംഖ്യ നല്ലതല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു മേജർ ഡിഫക്റ്റ് അല്ല. പക്ഷെ അതൊക്കെ നോക്കുന്നത് നല്ലതാണ്. മേജർ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇതുവരെ ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ കൂടുതൽ വരുമ്പോൾ അത് അതിന്റെ എല്ലാം കൂടെ ടോട്ടലായിട്ടുള്ള ചില മേജർ ഡിഫക്റ്റിന്റെ ഒരു ഇത് വരും. ഇതൊക്കെ നിസ്സാര ദോഷത്തിൽ വരുന്നതാണ് ഈ പിന്നെ കട്ടളയുടെ എണ്ണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സാറേ, അത് കണക്കെടുക്കുന്നത് കട്ടളയും ജനലും ഒരുമിച്ചാണോ കണക്കെടുക്കുന്നത്, അതോ കട്ടള പ്രത്യേകമാണോ? ജനലിന്റെ ആണെങ്കിൽ കട്ടള എന്ന് ഉദ്ദേശിക്കുന്നത് കതകിന്റെ ആണോ ജനലിന്റെ ആണോ? കതവിന്റെ.
കതകിന്റെ കട്ടില എന്ന് പറയുന്നത് നമ്മള് കതകിന്റെയും ജനലിന്റെ ഒക്കെ ചുറ്റളവ് എടുക്കും. അതിന്റെയൊക്കെ ചുറ്റളവ് വളരെ പ്രധാനമാണ്. വാസ്തുശാസ്ത്രത്തില് ഏത് ദിശയിലേക്കാണോ നമ്മുടെ വീട് ഇപ്പൊ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീട്, കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട്, അതിനൊക്കെ ഓരോ പേരുകളുണ്ട്. പടിഞ്ഞാറ്റിനി എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് വീട് മാറി നിൽക്കും, പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യും, ആണ് പടിഞ്ഞാറ്റിനി. അപ്പൊ അങ്ങനെ പടിഞ്ഞാറ്റി എന്ന് പറഞ്ഞാൽ വീട് പടിഞ്ഞാറോട്ട് മാറി നിൽക്കും, കിഴക്കോട്ട് ഫേസ് ചെയ്യും, അങ്ങനെയാണ് പടിഞ്ഞാറ്റി എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോ ദിശയിലേക്കും ഉള്ള വീടിന്റെ കതകുകളും ജനലും ഒക്കെ പ്രത്യേക അളവാണ്. കിഴക്കിനിയായിട്ട്, അതായത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വീടുണ്ടെങ്കിൽ അതിന്റെ കട്ടിലയുടെ അളവും പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീടിന്റെ കട്ടിലയുടെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഏത് ദിശയിലേക്കാണോ നമ്മുടെ വീട് ഫേസ് ചെയ്യുന്നത് അതനുസരിച്ച് കതകിന്റെയും ജനലിന്റെ അളവുകൾ മാറ്റണം. അത് വാതിലുകൾ ജനലുകൾ എന്നൊരു ചാപ്റ്റർ നിൽക്കുന്നുണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾക്ക് അത് പഠിക്കും. ഓക്കെ സാർ. പിന്നെ മറ്റെന്തെങ്കിലും? എനിക്ക് ഒരിക്കലും തീരാത്തൊരു സംശയം ഒന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റളവ് എടുക്കുമ്പം ചുറ്റപ്പുറത്തു നിന്നാണോ പ്ലാസ്റ്ററിൽ നിന്നാണെന്നുള്ളത്. കാരണം നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ചുറ്റപ്പുറമാണ് കാണിക്കുന്നത് ഒരു പ്ലാൻ വരയ്ക്കുമ്പം. അപ്പൊ നമ്മൾ അതിനെ നമ്മളെ പെരുമേറ്റ് അതിന്റെ കറക്റ്റ് നമ്മളെ പെരുമേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റർ കഴിയുമ്പോൾ അതിന് വ്യത്യാസം വരത്തില്ല എന്നുള്ളതാണ്. അല്ല, അതായത് നമ്മൾ സാധാരണ ചുടുകട്ടയിട്ടാണ് വീട് വയ്ക്കുന്നതെങ്കിൽ, ഇപ്പം പിന്നെ സിമെന്റ് ബ്ലോക്ക് ആണെങ്കിൽ പല അളവിലുള്ള സിമെന്റ് ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഏത് അളവിലുള്ളതാണ് അതനുസരിച്ച് മാറി വരും. പക്ഷെ സാധാരണ ചുടുകട്ടയിട്ട് ചെയ്യുമ്പോൾ ചില 23 സെന്റിമീറ്റർ ഒക്കെ ഭിത്തിയുടെ അളവ് കൊടുക്കും. അതിന്റെ ഭിത്തിയുടെ വീതി, ഭിത്തി കനം, വാൾ തിക്നെസ് 23 സെന്റിമീറ്റർ കൊടുക്കും. പക്ഷെ 23 സെന്റിമീറ്റർ കൊണ്ട് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുള്ള അളവാണ് കൊടുക്കേണ്ടത്. കാരണം ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാം കഴിഞ്ഞ് പ്ലാസ്റ്ററിങ്ങും എല്ലാം കഴിയുമ്പോഴാണ് ഒരു വീട് ഫിനിഷ് ആവുന്നത്. ആ ഫിനിഷ് ആകുമ്പോൾ ഉള്ള അളവ് വേണം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം മിനിമം ഭിത്തിയുടെ അളവ് 25 സെന്റിമീറ്ററെങ്കിലും കൊടുക്കും. 25 കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചുടുകട്ട ഇട്ട് പ്ലാസ്റ്റർ ചെയ്ത് വരുമ്പോൾ 25 മിനിമം 25എങ്കിലും വേണം. പലപ്പോഴും ചിലപ്പോൾ ശരിക്കും നല്ലപോലെ പ്ലാസ്റ്റർ ചെയ്യാനൊക്കെ അറിയാത്ത ചിലപ്പോൾ ഒരുപാട് കനത്തിലൊക്കെ പ്ലാസ്റ്റർ സിമെന്റ് ഒക്കെ വെച്ച് ഇടുകയാണെങ്കിൽ 26, 27 ആവും ഭിത്തിക്കനം. പക്ഷെ മിനിമം നല്ലൊരു കൊത്തമേശ്ശേരിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ 25 സെന്റിമീറ്ററിൽ ചുടുകട്ടേച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും 25 സെന്റിമീറ്റർ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ വെളിയിലത്തെ അളവ് നമ്മളെ കുറഞ്ഞു വരും, അല്ലെങ്കിൽ അകത്തെ അളവ് കൂടി വരും. അങ്ങനെ പ്ലാസ്റ്റിക് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തിക്നെസ് കൂടുമ്പോൾ അകത്തെ വീതി നീളമൊക്കെ കുറഞ്ഞു വരും. വെളിയിലത്തെ അളവ് തിക്നെസ്, അതായത് പ്ലാസ്റ്റിക്കിന്റെ അളവ് കൂടുമ്പം വെളിയിലത്തെ അളവിന്റെ നീളവും വീതിയൊക്കെ കൂടി വരും. 1000 സെന്റിമീറ്റർ എന്നായിരിക്കും ചിലപ്പോൾ പ്ലാനിൽ കിടക്കുന്നത്. പക്ഷെ ഇത് വരുമ്പോൾ 1001, 1002 ആയിപ്പോവും. 1, 2, 3 സെന്റിമീറ്റർ ഒക്കെ വ്യത്യാസങ്ങൾ വരും ഈ തിക്നെസ്. അപ്പൊ അതുകൊണ്ട് ഭിത്തിഘനം എന്ന് പറയുന്നത് ഓരോ ഭിത്തിയുടെയും ഘനം വെളിയിലത്തെ ഭിത്തിയായാലും അകത്തെ ഭിത്തിയായാലും അതിന്റെ ഘനം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിങ് ഉൾപ്പെടെയുള്ള ഘനമാണ്. അത് വേണം നമ്മൾ ഡ്രോയിങ്ങിൽ കൊടുക്കാൻ. അല്ലാതെ വെറും കട്ട കെട്ടുന്നത് മാത്രമല്ല. കാരണം ഫിനിഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഭിത്തി വരുന്നത്, അത് പ്ലാസ്റ്ററിങ് ഉൾപ്പെടെയാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യാത്ത ഭിത്തി ആയിരിക്കണം. നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാതെ ഇപ്പൊ പല വീടുകളും പ്ലാസ്റ്റർ ചെയ്യാതെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വീടാണെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന്റെ ആവശ്യമില്ല. അല്ല, പ്ലാസ്റ്റർ ചെയ്താണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന്റെ ഘനം കൂടി എടുത്ത് വേണം ആദ്യം നമ്മൾ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാൻ. മനസ്സിലായല്ലോ? അപ്പൊ ആ കേസിലാകുമ്പോ 2 സെന്റിമീറ്റർ നമ്മൾ ആദ്യത്തിൽ നമുക്ക് കാണിക്കണം ആ പെരിമീറ്റർ ആയിട്ട്. അതായത് 2 സൈഡിലും 2 സെന്റിമീറ്റർ എക്സ്ട്രാ ഇടണം. അധികത്തിലല്ല, ഫിനിഷ് ചെയ്യുമ്പോൾ ഭിത്തിയുടെ ഘനം എത്ര വരുമോ അത് തന്നെ കാണി. അത് 25 സെന്റിമീറ്റർ ആണ് സാധാരണ. പിന്നെ ഈ വാസ്തുപ്രകാരം ചെയ്യുന്ന വീടുകൾക്കൊക്കെ സാധാരണ 25 സെന്റിമീറ്റർ ആണ് ഭിത്തി ഘനം കൊടുക്കുന്നത്. അപ്പൊ 23 ഉണ്ടെങ്കിൽ 2 സെന്റിമീറ്റർ കൂട്ടി 25 വെച്ചുള്ള കണക്കെടുക്കണം. 25 വെച്ചേ കൊടുക്കാം. 25 വെച്ച് കൊടുക്കുമ്പോഴാണ് കാരണം 23 അല്ല. ഭിത്തി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്ത ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ 25 മിനിമം വേണം. 25 ഉണ്ടെങ്കിൽ സാറേ നമ്മൾ സാധാരണയായി 1 ഇഞ്ച് തേപ്പ് തന്നെ 2 സൈഡും കൂടെ ഇടുന്നത് ഞങ്ങളൊക്കെ കൂട്ടുന്നത്. 1/2 ഇഞ്ച് തേപ്പ് തന്നെയാണ് സാധാരണയായി ഇടുന്നത്. 2 കൂടെ 2.5 സെന്റിമീറ്റർ ഇട്ടാണ് ഇടുന്നത്. 1 ഇഞ്ച് സെന്റിമീറ്റർ ആയാലും മതിയാവും. 23 ചുടുകട്ടയ്ക്ക് 23 അല്പം കൂടെ കുറയും. എന്നാലും തേപ്പൂടെ കഴിയുമ്പോൾ 25 സെന്റിമീറ്റർ ഘനം നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. 25 കുറഞ്ഞു കഴിഞ്ഞാൽ 24, 23 കുറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ് ഉൾപ്പെടെ വരുമ്പോൾ അതിൽ കൂടുതൽ വരും. അപ്പോൾ വീട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ വീടിന്റെ അളവെന്ന് പറയുന്നത് നമ്മൾ 1000 ആയാൽ ചിലപ്പം ഭിത്തികനം കൂടെ വരുമ്പോഴത്തേക്ക് ഭിത്തികനം കൂടുകയാണ്. ഇപ്പം 1000 സെന്റിമീറ്റർ തേപ്പ് ഇല്ലാതെ കൊടുത്താൽ ചിലപ്പോൾ 1003 സെന്റിമീറ്റർ ഒക്കെ ആവും തേപ്പ് കഴിയുമ്പോൾ. 1.5, 1.2, 3 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചുറ്റളവെല്ലാം മാറും.
ചുറ്റളവ് കഴിയുന്ന കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണോ, കറക്റ്റ് ചുറ്റളവ് കൊടുക്കണം, പ്രത്യേകിച്ച് വാസ്തുപ്രകാരം ചെയ്യുന്ന വീടുകൾക്ക്. വേറെ എന്തെങ്കിലും? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഇപ്പൊ നമ്മളിപ്പം പഴയ ഈ ഇതിനു മുമ്പൊക്കെ ചില ആളുകളും കന്നിമൂല നമ്മൾ അടുക്കള വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ നമ്മൾക്ക് ഇപ്പൊ അത് മാറ്റാനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം വല്ലതും ഉണ്ടോ സാറേ ഇതിനകത്ത്? ശരിക്ക് അടുക്കളയ്ക്ക് ഏറ്റവും ദോഷമുള്ള സ്ഥലമാണ് കന്നിമൂല. കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്ത് അടുക്കള പാടില്ല. അടുക്കളയ്ക്ക് ഏറ്റവും ദോഷം കൂടുതലുള്ള സ്ഥലമാണ് കന്നിമൂല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അടുക്കള വന്നു കഴിഞ്ഞാൽ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മാറ്റാൻ നിവൃത്തിയില്ല, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റു, കാരണം ഒരു അടുക്കളയൊക്കെ മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്ലാറ്റ്ഫോം അങ്ങനെ വേറെ ഒരുപാട് ഇത് വരും, വർക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും അതായത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കള മാറ്റാൻ ആ വീടിന്റെ ഇതൊക്കെ അനുസരിച്ച് പറ്റില്ല എന്ന് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ വീടിന്റെ മുൻവശത്തേക്ക് അടുക്കള കൊണ്ടുവരും, മുൻവശത്ത് അടുക്കള വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. ചിലർക്ക് മുൻവശത്ത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അടുക്കളയൊക്കെ ആണെങ്കിൽ മുൻവശത്ത് ഗസ്റ്റ് ഒക്കെ വന്നിരുന്നാൽ കാണത്തക്ക ഒന്നാണ്. ഇപ്പം പിന്നെ ലിവിംഗ് കം ഡൈനിങ് കം കിച്ചൺ മൂന്നോട് ഒരുമിച്ചാക്കുന്ന ഹാള് പോലെ കിടക്കുന്നുണ്ട്. അപ്പം അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗസ്റ്റ് വല്ലതും വന്നിരുന്ന അവരുമായിട്ട് മുഖത്തോട് മുഖം നോക്കി വർത്താനം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് വാളൊന്നുമില്ല. മൂന്നും കൂടെ, അതായത് ലിവിംഗ് റൂമും മറ്റേ ലിവിംഗ് കം ഡൈനിങ് ഒരുപാട് ഉണ്ട്. പക്ഷെ ലിവിംഗ് കം ഡൈനിങ് കം കിച്ചണായിട്ട് ഇപ്പം പല മോഡേൺ ഹൗസുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതില് പക്ഷെ അടുക്കളയൊക്കെ അങ്ങേയറ്റത്തെ ഫിനിഷ്ഡ് ആയിരിക്കും. വേണം ഗസ്റ്റ് ആയാലും വന്ന് നോക്കിയാൽ നല്ല അടുക്കള എന്ന് പറയണം. അപ്പൊ അതുപോലെ അടുക്കള ഇപ്പോൾ മോഡേൺ അടുക്കളയൊക്കെ ഇപ്പൊ നല്ല കാണാൻ നല്ല ഗെറ്റപ്പ് ആയിട്ടുള്ള അടുക്കള ഉണ്ട്. അപ്പൊ അതുപോലത്തെ അടുക്കളയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ അത് കാണിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇതാണ്. അവരുടെ അടുക്കളയുടെ ആ ഒരു ഭംഗി, ആ ഒരു ഇത് കാണിക്കുക എന്നുള്ളത്. കാരണം അതുപോലെ നല്ലൊരു ഇന്റീരിയർ ഡിസൈനറൊക്കെ വന്ന് നല്ലൊരു അടുക്കളയൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല അടുക്കള വളരെ നല്ല ഒരു ഗെറ്റപ്പ് ആയിട്ട് വരും. അത് ഡൈനിങ് കം ഡ്രോയിങ് കം കിച്ചൺ ഒറ്റ മുറിയായിട്ട് വന്നിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന, ചിലപ്പോൾ ഒരു കിച്ചന്റെ അവിടെ അങ്ങനെ ഒരു ചെറിയ മേശ പോലെ ഇത് സിമെന്റിൽ തന്നെ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ അവിടെ വേറെ ഡൈനിങ് ടേബിൾ കാണും. അതുകൂടെ അത്യാവശ്യം വീട്ടുകാർ മാത്രമുള്ളപ്പോൾ കഴിക്കത്തക്കൊണ്ട് അടുക്കളയിൽ തന്നെ ഒരു വശത്ത് ഒരു ചെറിയ മേശ പോലൊക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ പല വീടും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പറയും സാറേ, ഞാൻ ചോദിച്ചത് ആ അടുക്കള മാറ്റാതെ എന്തെങ്കിലും ഉണ്ട്. അത് പല ഇതുണ്ട്. ഒന്ന്, ഏത് മുറി തെറ്റായ സ്ഥാനത്ത് വന്നാലും, അടുക്കളയാകട്ടെ, ടോയ്ലറ്റ് ആകട്ടെ, അല്ലെങ്കിൽ ബെഡ്റൂം ആകട്ടെ, ഏത് മുറി തെറ്റായ സ്ഥാനത്ത് വന്നാലും ആ ദോഷം മാറ്റാനായിട്ട് പൊതുവായിട്ടുള്ള പല പിന്നെ ഈ പോസിറ്റീവ് എനർജി ടൂൾസ് എന്ന് പറയും. അതായത് അനുകൂല ഊർജ ഉപകരണങ്ങൾ. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഈ ഫെങ്ഷുയുടെ വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അനുകൂല ഊർജ ഉപകരണങ്ങൾ എന്ന് പ്രത്യേക ഒരു ചാപ്റ്റർ ഉണ്ട്. എന്തെല്ലാം ഇതുപോലെ പോസിറ്റീവ് എനർജി ടൂൾസ് ഉണ്ട്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞത് പഠിക്കാനായിട്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ചാപ്റ്ററാണ്. അതിൽ അതുപോലെ തന്നെ ഹെലിക്സ് എന്ന് പറഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഈ ഉപകരണങ്ങളുടെ കാര്യം ഞാൻ ഒരു വലിയ ഇതുള്ളത് പുതിയ ഒരുപാട് ഈ എനർജി ടൂൾസ് ഇറങ്ങുന്നുണ്ട്. അത് പോസിറ്റീവ് എനർജി ടൂൾസ് പറയും, അനുകൂല ഊർജ്ജ ഉപകരണങ്ങൾ. അത് എന്തെങ്കിലും വാസ്തുദോഷം, ഏതെങ്കിലും ഒരു വാസ്തുദോഷം നമ്മുടെ വീട്ടിനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിനുണ്ടെങ്കിൽ അതുപോലെ ഒരു നെഗറ്റീവ് എനർജി വരും. ഈ നെഗറ്റീവ് എനർജിയെ മാറ്റാനായിട്ട് രണ്ട് മെത്തേഡുണ്ട്. ഒന്ന്, ആ നെഗറ്റീവ് എനർജി ഇപ്പോൾ അടുക്കളയുടെ സ്ഥാനം തെറ്റാണ്, ഇപ്പോൾ നെഗറ്റീവ് എനർജി വരും, അടുക്കള എവിടെ നിന്ന് മാറ്റുക, അവിടെ വേറൊരു മുറിയാക്കുക. അപ്പൊ അത് ഒരു മെത്തേഡ്. രണ്ടാമത്തത്, അടുക്കള തെറ്റായ സ്ഥാനത്ത് വരുന്നത് കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ അല്ലെങ്കിൽ പ്രതികൂല ഊർജത്തെ ഒരു അനുകൂല ഊർജം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുക. നമുക്കൊരു നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അടുക്കളയുടെ സ്ഥാനം തെറ്റായിട്ട് വരുന്നത് കൊണ്ടുള്ള നെഗറ്റീവ് എനർജിയെ ഒരു പോസിറ്റീവ് എനർജി, അതിന് പോസിറ്റീവ് എനർജി ടൂൾസ് ഉണ്ട്, അനുകൂല ഊർജ്ജ ഉപകരണങ്ങളുണ്ട്. അങ്ങനെ അതിന് ശരിയായിട്ട് ഹെലിക്സ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചില ഉപകരണങ്ങളൊക്കെ വരുന്നുണ്ട്, ഹെലിക്സ്. ഈ ഹെലിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പം നല്ല വ്യത്യാസം വരുന്നുണ്ട്. തെറ്റായ സ്ഥാനത്ത് അടുക്കള വരിക, ടോയ്ലറ്റ് വരിക, തെറ്റായ സ്ഥാനത്ത് അതൊക്കെ മാറ്റാതെ തന്നെ ചെയ്യാനായിട്ട് ഹെലിക്സ് ഒക്കെ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് പഠിക്കാറുണ്ട് ഹെലിക്സിനെ പറ്റിയൊക്കെ. അനുകൂല ഊർജ്ജ ഉപകരണങ്ങൾ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഹെലിക്സിനെ പറ്റിയൊക്കെ പഠിക്കണം. അപ്പൊ അത് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് അധികം നാളൊന്നും ആയില്ലേ ഹെലിക്സ് ഒക്കെ വന്നിട്ട്. പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇപ്പൊ അങ്ങനെ പുതിയ ഉപകരണങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുക, മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചിലതൊക്കെ വെറും പൈസ
പിടിക്കാൻ വേണ്ടി. പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ അനുകൂല ഊർജ്ജോപകരണങ്ങളുമായിട്ട് വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ സാറേ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ? ഏതായാലും ആ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എപ്പോഴും ഈ ക്ലാസ്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ പല സംശയങ്ങളൊക്കെ ചോദിച്ചു. ഈ സംശയങ്ങളൊക്കെ കൂടുതൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവ് ആവും, ക്ലാസ് തന്നെ ഒരു ആക്റ്റീവ് ആവും. ഇപ്പൊ നമ്മുടെ ഓരോ ക്ലാസ്സും തീരാറാകുമ്പോൾ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി പ്രത്യേക സമയമുണ്ട്. അത് ആ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാകാം, അന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ആകാം. ഏത് സംശയവും അവസാനം ചോദിക്കാം. ഇടയ്ക്ക് വെച്ച് ക്ലാസ്സിന്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ സംശയം ചോദിക്കുകയാണെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും സംശയം വന്നാൽ ചിലപ്പം അവസാനമാകുമ്പോൾ ചിലപ്പോൾ അത് ഓർത്തില്ല, അപ്പോഴും തന്നെ ചോദിക്കാം. പക്ഷെ നമ്മള് ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഓരോ ക്ലാസ്സിലും അതുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നിങ്ങൾക്ക് ഈ സംശയങ്ങൾ മാറ്റുക എന്നുള്ള നിങ്ങൾക്ക് ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾക്ക് മാറ്റിത്തരാൻ എൻ്റെ കഴിവനുസരിച്ച് മാറ്റിത്തരിക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ്. അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് അല്ലാതെ ഈ സംശയങ്ങൾ ചോദിക്കുന്ന ക്ലാസ്സിൽ ചില ഞാൻ ആരെന്ന് പറയുന്നില്ല, കൂടുതൽ സംശയം ചോദിക്കുന്ന ക്ലാസ് അവർക്ക് ഇഷ്ടമല്ല. ഒരുപാട് പേര് അങ്ങനെ സംശയം ചോദിക്കുന്നു. അങ്ങനെയുള്ള ഒരിതല്ല. നമ്മള് എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ക്ലാസ്സിൽ സംശയങ്ങൾ നമ്മൾ ചോദിക്കാതിരുന്ന അതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അതിലോട്ട് നമ്മൾ അങ്ങ് അലിഞ്ഞു ചേർന്നിട്ടില്ല എന്നാണ്. സബ്ജക്റ്റുമായിട്ട് നമ്മൾ ചേരുമ്പം പ്രത്യേകിച്ചും നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി പഠിക്കുമ്പോഴൊക്കെ സംശയങ്ങളുണ്ടാവും. അങ്ങനെ സംശയങ്ങളുണ്ടാകുന്ന അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അത് കൂടുതൽ ആക്റ്റീവ് ആകാൻ സഹായിക്കും ക്ലാസ്സിനെ. അല്ല വെറുതെ ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങോട്ടൊരു ഫീഡ്ബാക്ക് ഇല്ല. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഇന്ന് പഠിക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നു, അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊരു വീട്ടിൽ അനുഭവം ഉണ്ടായി. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യത്തിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒക്കെ ആകാം. എന്തുമായാലും നിങ്ങൾ അതിനെപ്പറ്റി ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, ഞാൻ ഒരു വീട് കണ്ടു, ആ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടുത്തെ അനുഭവം ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ അത് പറഞ്ഞ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താൽ കൂടുതൽ ആക്റ്റീവ് ആവും ക്ലാസ്. അപ്പൊ അത് ഈ സബ്ജക്റ്റ് ഉറയ്ക്കാൻ ഓരോരുത്തർക്കും സഹായിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പല ക്ലാസ്സുകളിലും പലരും ഇതുപോലുള്ള സംശയങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ ഒരുപാട് നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അധികം സമയം എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൂടുതൽ ഞാൻ അതാ പറഞ്ഞ ഒരു ഗവേഷണ ത്വരയോടുകൂടി ഒരു റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി ഈ ക്ലാസ്സിനെ നമ്മൾ ഫേസ് ചെയ്താൽ, അല്ലെങ്കിൽ ക്ലാസ് ഈ മനസ്സിലാക്കുകയാണെങ്കിൽ അത് എനിക്കും. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ എത്ര വർഷം പഠിത്തമെല്ലാം കഴിഞ്ഞ് 25 വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെന്നില്ല. എന്നാലും ചില വീട്ടിൽ പോയി ചിലത് കാണുമ്പോൾ നമുക്കൊരു പുതിയ അനുഭവമായിരിക്കും. അങ്ങനെ പല അനുഭവങ്ങളുണ്ട് നമുക്ക്. ഞാനൊക്കെ ഇപ്പൊ എത്രയോ 10-25 വർഷമായിട്ട് ഞാനിത് ഈ രംഗത്തുണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും ഇന്ത്യയിലും വെളിയിലും ഒക്കെ പോയിട്ട് ഈ വാസ്തുവിന് വേണ്ടി കൺസൾട്ടേഷന് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പല സ്ഥലങ്ങളിൽ ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചലഞ്ചാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ച് മെന്റാലിറ്റിയോട് എടുത്തത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ആ ഹയർ ഫോഴ്സിൽ തന്നെ നിർദ്ദേശം കിട്ടും. 100% നമ്മൾ സിൻസിയർ ആണെങ്കിൽ നമ്മൾ ഇത് അതിനെപ്പറ്റി കൂടുതൽ ക്ലാസ്സുകളിൽ സംസാരിക്കും. അപ്പൊ അത് നമ്മൾ സിൻസിയർ ആയിരിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് വേണം ഈ സബ്ജക്റ്റ്. കാരണം ഒരു ദൈവീകമായ സബ്ജക്റ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ ചിലർ പറയുന്നത് സയൻസ് ആണോ അല്ലയോ, ഞാൻ പറയുന്നത് ഇതൊരു സൂപ്പർ സയൻസ് ആണ്. ഈ ജ്യോതിഷമായാലും വാസ്തുശാസ്ത്രമായാലും അതൊക്കെ സൂപ്പർ സയൻസ് ആണ്. കാരണം ഇതിലുള്ള പല കാര്യങ്ങളും സയൻസ് ഇപ്പം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഇതിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത് ശരിയാണ് എന്ന് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലാക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് ഇത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ യുക്തിവാദികളെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇത് സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്താൽ മാത്രമേ സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ സയൻസ് അത്രത്തോളം വളർന്നിട്ടില്ല. ഈ പല കാര്യങ്ങളെയും സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ട് സയൻസിന് വളർച്ച ഇനിയും, കാരണം സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വാസ്തുശാസ്ത്രത്തിൽ ഇത് നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാര് അവരുടെ തപശക്തി കൊണ്ട് പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഇപ്പൊ സയൻസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി നിങ്ങളൊരു റിസർച്ച് മെന്റാലിറ്റിയോട് പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു പ്രായം കഴിഞ്ഞു, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ
ഇതിലൊക്കെ വരുമ്പോൾ ഒരു പുതിയ പുതിയ റിസർച്ച് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനൊരു കുറെ കൂടെ സാധാരണ ഈ ഇപ്പോഴത്തെ പല കുട്ടികൾക്ക് അവർക്കെല്ലാം പ്രൂഫ് വേണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കൊണ്ട് ഇപ്പൊ ഈ റിസർച്ച് ഒക്കെ കുറവാണ്. നമ്മുടെ ഇന്ത്യയെക്കാൾ കൂടുതൽ റിസർച്ച് ഈ സബ്ജക്റ്റ് നടക്കുന്നത് ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെയാണ്. ധാരാളം റിസർച്ച് അവിടെ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം. നമ്മുടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ജർമ്മനി നടക്കുന്ന റിസർച്ചിനെ പറ്റിയൊക്കെ ഇതിനകത്ത് കുറച്ച് പറയും. ഈ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും സംശയം ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം, ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് തുടങ്ങും. പുസ്തകങ്ങൾ എങ്ങനെയാണ് വാങ്ങിക്കണമെന്നൊക്കെ ഉള്ള ശ്രീ ലാലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിച്ചൊക്കെ. ആദ്യം നമ്മൾ പിന്നെ നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും എന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യുന്നത്. അത് പിന്നെ അപ്പൊ പുസ്തകം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചുകൊണ്ട് വരിക. മറ്റു സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നിർത്താൻ പോവാണ്. സാറ് ലാൽ സാറ് ഓൺലൈനിൽ വല്ലതും ഉണ്ടോ? ലാലുണ്ടോ ക്ലാസ്സില്? ലാൽ ഉണ്ട്, ലാലുണ്ട്. ചോദിച്ചോളൂ സാറ്. ഇതിന്റെ ഫീസ് അങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാണ് സാറ് പറഞ്ഞായിരുന്നു? ഓക്കെ, അപ്പം വേറെ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ക്ലാസ് നിർത്തുകയാണ്. അപ്പൊ അടുത്ത വ്യാഴാഴ്ച 8 മണിക്ക് നമ്മൾ അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.